പിന്നെ ഈ സർക്കാരിൻ്റെ ഒരു വലിയ പരാജയമായിട്ട് ഞാൻ കാണുന്ന കാര്യം, ഉദാഹരണം പറഞ്ഞാൽ എൻ്റെ നാട്ടിൽ തന്നെ ടൂറിസവുമായി ബന്ധപ്പെട്ട് ചില പദ്ധതികൾ ചില ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റുകൾ നടത്തി. അതിൽ പലതും ടൂറിസത്തിന് ഒരു തരത്തിലും പ്രയോജനപ്പെട്ടില്ല എന്ന് മാത്രമല്ല, ദേശീയ നഷ്ടമായി ഇപ്പോൾ ദ്രവിച്ച് തീർന്നുകൊണ്ടിരിക്കുക. അപ്പോൾ നിങ്ങളുടെ നാടും നഗരവും ഒക്കെ എന്താ ഇപ്പോഴും വൃത്തികേടായിട്ട് കിടക്കുന്നത്? ഒരു വൃത്തിയില്ലാത്ത എന്തുകൊണ്ടാണ്? ഇന്ത്യക്കാരൻ എന്ന് പറഞ്ഞാൽ വൃത്തിയില്ലാത്ത ഒരു ജനസമൂഹം എന്നൊരു ചിന്തയുണ്ട്. വൃത്തിയാക്കുകയും സൗന്ദര്യവൽക്കരിക്കുകയും ചെയ്യുക എന്നത് പ്രാദേശിക സെൽഫ് ഗവൺമെന്റുകളുടെ പ്രധാന ഗോളാക്കി മാറ്റണം. വലിയ അത്ഭുതങ്ങളോ വലിയ നിർമ്മിതികളോ ഒന്നും ഉണ്ടാക്കിയില്ലെങ്കിലും നിങ്ങളുടെ പഞ്ചായത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ മുനിസിപ്പാലിറ്റി വൃത്തിയും സൗന്ദര്യവും ഉള്ളതാക്കി മാറ്റിയാൽ തന്നെ ഈ നാട് വിട്ടുപോകാനിരിക്കുന്നതിലെ പകുതി പേരെങ്കിലും നാട്ടിരിക്കും. പഞ്ചായത്ത് ഭരണസമിതിയുടെ ഉത്തരവാദിത്വമായിരിക്കണം വർഷം തോറും ഇത്ര ഇൻവെസ്റ്റേഴ്സ്, ഇത്ര സംരംഭങ്ങൾ, ഇത്ര ആളുകൾക്ക് ജോലി കൊടുക്കുക എന്നത് ഒരു പഞ്ചായത്തിന്റെ ബാധ്യതയും ഉത്തരവാദിത്വമായിട്ട് മാറണം. ഒരു സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്തമായി നമ്മൾ എപ്പോഴും ചോദിക്കും, നിങ്ങൾ എത്ര പേർക്ക് തൊഴിൽ കൊടുത്തു? ഇതേ ചോദ്യം പഞ്ചായത്തിനോട് ചോദിക്കാൻ നമുക്ക് പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം. ഒരു സംസ്ഥാന സർക്കാർ മനസ്സുവെച്ചാൽ സാധ്യമാകുന്ന കാര്യമാണ് ഒരു പഞ്ചായത്തിനെ ലോക നിലവാരമുള്ള ഒരു സംവിധാനം, ഒരു ഭരണ സംവിധാനവും ഒരു അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ ഒരു കേന്ദ്രവുമാക്കി മാറ്റാൻ കഴിയുക എന്നുള്ളത്. നമ്മുടെ തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു ജീവൻ ഒരു ദിവസം കൊഴിഞ്ഞു പോകുന്നൊരു കാഴ്ച കാണാറുണ്ട്. ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് പറയുമ്പോൾ ചെറിയ ഒരു കൈത്താങ് ഉണ്ടായിരുന്നുവെങ്കിൽ, ഒരു കൈപ്പിടി ഉണ്ടായിരുന്നുവെങ്കിൽ, അറിയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നുവെങ്കിൽ, തുറന്നൊന്ന് സംസാരിക്കാൻ സാധിക്കുമായിരുന്നുവെങ്കിൽ നമുക്ക് ഒഴിവാക്കാൻ സാധ്യമായിരുന്ന അപകടങ്ങളാണ് അവയല്ല. സർക്കാരിനെ എമ്പാടും ചീത്ത പറഞ്ഞിട്ടുണ്ട്. അന്ന് ശ്രീ എം പി രാജേഷ് പറഞ്ഞത് ഞങ്ങളൊരു അവസരമാക്കി എടുക്കുമെന്നുള്ളതാണ്. ഏത് ലെവലിലേക്കും നിയമപരമായോ രാഷ്ട്രീയപരമായോ ഇതിനൊരു അറുതി വരുത്തിയേ പറ്റൂ. കേരളത്തിന് പണം കിട്ടാതെ വരുമ്പം ഡൽഹിയിൽ പോയി സത്യാഗ്രഹം ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഞാൻ പറയും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഡൽഹിയിൽ പോയി സത്യാഗ്രഹം ഇരിക്കണം എന്ന് ഞാൻ പറയും. ഇതിനൊരു വ്യത്യാസം ഉണ്ടായേ പറ്റും. സർക്കാരിനെതിരായിട്ടുള്ള വിമർശനം പറയാൻ ക്ഷണിക്കുക എന്ന് പറയുന്നത് തന്നെ എൻ്റെ അനുഭവത്തിൽ വളരെ അപൂർവം സംഭവിക്കുന്ന കാര്യമാണ്. തീർച്ചയായിട്ടും ഹെഡ്മാഷ പോലെ ഒരു സർക്കാർ ഇറങ്ങിയ ആളുകളോട് പ്ലാസ്റ്റിക് കുപ്പി ഉപയോഗിക്കരുത്, 1/2 ലിറ്ററിൽ താഴെയുള്ള വെള്ളം കൊടുക്കരുത്, ഇത് നിയമവിരുദ്ധമാണ്, ഇത് സർക്കാരിന്റെ ഒന്നാമത്തെ പ്രയോറിറ്റിയിൽ വന്നു എന്നുള്ളത് ഈ മേഖലയിൽ കേസെടുക്കാനുള്ള വകുപ്പ് അവിടെ തന്നെ കിടക്കുന്നുണ്ട്. അത് ആരും ചെയ്യുന്നില്ല. 5-8 വർഷക്കാലം സർക്കാർ നിരന്തരമായി പറഞ്ഞിട്ടും പ്ലാസ്റ്റിക് കുപ്പി വലിച്ചെറിയുന്നവനോട് ഇനി, അല്ലെങ്കിൽ മാലിന്യം വലിച്ചെറിയുന്നവരോട് ഇനി ഒരു തരത്തിലുള്ള സമവായവും പാടില്ല. 4 പാനലിസ്റ്റുകളും ചേർന്ന് നയിക്കുന്ന രീതിയിൽ, അവർ സ്വയം മോഡറേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു ചർച്ചയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. എല്ലാവരെയും ഈ പാനൽ ചർച്ചയിലേക്ക് ക്ഷണിക്കുന്നു. ഈ ചർച്ചയ്ക്ക് ഓരോ ആൾക്കും 10 മിനിറ്റാണ് അനുവദിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ 10 മിനിറ്റ് നിയന്ത്രണപൂർവ്വം കൺട്രോൾ ചെയ്ത് അവതരിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. നമുക്കറിയാം, ഞാനും നിങ്ങളുമൊക്കെ നിരന്തരം ഇടപെടുന്ന ഒരു വകുപ്പ് അല്ലെങ്കിൽ ഒരു വിഭാഗം എന്ന് പറയുന്നത് തന്നെയാണ് തദ്ദേശ സ്വയംഭരണ വകുപ്പ്. ഒരു സംരംഭകൻ എന്ന നിലയിലും ഒരു സാധാരണ പൗരൻ എന്ന നിലയിലും ഞാനും ഈ പ്രാദേശിക സർക്കാരുമായി അല്ലെങ്കിൽ പഞ്ചായത്തുമായി, എൻ്റെ ഗ്രാമപഞ്ചായത്തായ മരങ്ങാട്ടുപള്ളി പഞ്ചായത്തുമായി നിരന്തരം സമ്പർക്കം പുലർത്തുന്ന ഒരു വ്യക്തി തന്നെയാണ്. ഈ നമ്മുടെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ കഴിഞ്ഞ 10 വർഷം കൊണ്ടുണ്ടായ മാറ്റങ്ങൾ എന്നതിനേക്കാൾ ഞാൻ ഊന്നൽ കൊടുക്കുന്നത്, കാരണം 10 മിനിറ്റ് എന്ന സമയ പരിമിതിക്കുള്ളിൽ കാര്യങ്ങൾ അവതരിപ്പിച്ച് തീർക്കേണ്ടതുള്ളത് കൊണ്ട് വരാനിരിക്കുന്ന കാലത്ത് നമ്മളുടെ പ്രാദേശിക ഗവൺമെൻറ്റുകൾ, ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റുകൾ എങ്ങനെയാണ് ആശയങ്ങൾ രൂപീകരിക്കേണ്ടത്, എന്തായിരിക്കണം അവരുടെ നയപരിപാടികൾ, ഏതു മട്ടിലായിരിക്കണം കാലത്തെ അഭിമുഖീകരിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എൻ്റെ സഹപാനലിസ്റ്റുകളിൽ ചിലർ എനിക്ക് തോന്നുന്നു ഇപ്പോഴുള്ള അല്ലെങ്കിൽ കഴിഞ്ഞ 10 വർഷത്തെ പ്രവർത്തനങ്ങളെ വിലയിരുത്താൻ അതിന് തയ്യാറായിട്ടുള്ളവരുണ്ടാവും എന്ന് ഞാൻ കരുതുകയാണ്. നമുക്കറിയാം, 2031 സ്വപ്നം കണ്ടുകൊണ്ട് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ 2031 ആരായിരിക്കും നമ്മളുടെ പൗരന്മാരുടെ വലിയൊരു വിഭാഗം എന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഇവിടെ ഇരിക്കുന്ന അടുത്ത 5-6 വർഷത്തിനകം പ്രായപൂർത്തിയെത്തുന്ന ജെൻസി എന്ന് ഇന്ന് നമ്മൾ വിളിക്കുന്ന ഒരു തലമുറ നമ്മുടെ നാട്ടിലെ പ്രാദേശിക സെൽഫ് ഗവൺമെൻറ്റിലെ പ്രവർത്തകരുമായി, ഉദ്യോഗസ്ഥരുമായി, ഭരിക്കുന്നവരുമായി ഇടപെടുന്ന ഒരു കാലത്തെക്കുറിച്ചാണ് നമ്മളിന്ന് സ്വപ്നം കാണേണ്ടത്. അവർക്ക് ഈ നാട്ടിൽ, ഈ സംസ്ഥാനത്ത് അവരുടെ സ്വപ്നങ്ങൾ നടപ്പാക്കാൻ കഴിയുന്ന ഒരു പ്രദേശമെന്ന്
അഭിമാനത്തോടെ ചിന്തിച്ചുകൊണ്ട് ഈ നാട്ടിൽ നിലനിൽക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഒരുക്കലാണ് പ്രധാനമായിട്ടും ചെയ്യേണ്ടതെന്നുള്ളതാണ് ഏറ്റവും പ്രധാന ഗോള്. കാരണം നമുക്കറിയാം ഇന്ന് കേരളം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന്, അത് പ്രശ്നമായി പലരും തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിലും ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്ന് നമ്മുടെ പുതിയ തലമുറ വലിയൊരു ശതമാനം ഈ നാട്ടിൽ നിന്ന് അന്യനാടുകളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നു എന്നത് തന്നെയാണ്. ആ മൈഗ്രേറ്റ് ചെയ്യുന്നത് ഒരു കാലത്ത് നല്ലതായിരുന്നു, കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ വലിയ തോതിൽ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ മൈഗ്രേഷൻ ആ മട്ടിലല്ല. ഇനി ഒരിക്കലും തിരിച്ചു വരാൻ ആഗ്രഹിക്കാത്ത മട്ടിൽ, വരാനിരിക്കുന്ന തലമുറകൾ കൂടി ഈ നാട് വിട്ടുപോകുന്ന മട്ടിൽ ഉള്ളൊരു മൈഗ്രേഷനാണ്. അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട്. കാടുപിടിച്ചു പോയ വീടുകളും ഗ്രാമങ്ങളും തകർന്നടിഞ്ഞു പോയ പട്ടണങ്ങളും വരെയുള്ള രാജ്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ കേരളത്തിൽ അങ്ങനെ ഒരു സംഭവം ഉടനെ ഉണ്ടാകുമെന്നല്ല, പക്ഷേ പ്രതിഭാശാലികൾ നഷ്ടപ്പെടുന്ന ഒരു കേരളമായി നമുക്ക് മാറാൻ കഴിയില്ല. ഒപ്പം നമ്മുടെ ഇന്ന് ഇടുക്കി ജില്ല പോലുള്ള, പത്തനംതിട്ട ജില്ല പോലുള്ള, കോട്ടയം ജില്ല പോലുള്ള പ്രദേശങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഈ ദിവസങ്ങളിൽ പോലും നമ്മൾ കാണുന്നത് ആളില്ലാതെ ഒഴിഞ്ഞുപോയ നിരവധി വീടുകളാണ്. വൃദ്ധർ മാത്രമുള്ള ഒരു പ്രദേശമായി ഞാൻ ഉൾപ്പെടുന്ന കോട്ടയം ജില്ലയുടെ ചില പ്രദേശങ്ങളൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നത് നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ. പാലക്കാട് ജില്ലയിലും ഈ പരിസരത്തൊക്കെ എങ്ങനെയാണ് സ്ഥിതിയെന്ന് എനിക്ക് ഇപ്പോൾ വലിയ നിശ്ചയമില്ല. അപ്പോൾ വരുന്ന തലമുറയെ ആവേശത്തോടെ, ആത്മവിശ്വാസത്തോടെ ഈ നാട്ടിൽ നിലനിർത്താൻ കഴിയുന്ന ഒരു ഭരണ സംവിധാനം അവൻ അനുഭവിക്കുന്നത് ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റുകളിൽ നിന്നാണ്, പഞ്ചായത്തിൽ നിന്നാണ്, മുനിസിപ്പാലിറ്റിയിൽ നിന്നാണ് ഒക്കെയാണ്. അപ്പോൾ അതിനു പറ്റുന്ന രീതിയിൽ നമ്മളൊരു വിഷൻ രൂപപ്പെടുത്തലാണ് ഏറ്റവും പ്രധാന കാര്യമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. വിഷൻ രൂപപ്പെടുത്തുക എന്ന് പറയുമ്പോൾ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന സർവ്വ ഉദ്യോഗസ്ഥർക്കും ആ പഞ്ചായത്തിൻ്റെ ഭരണത്തിലേക്ക് വരുന്ന രാഷ്ട്രീയ പ്രവർത്തകർക്കുമൊക്കെ ഒരു ദർശനം നൽകുന്ന പരിശീലന പരിപാടികൾ നമ്മൾ ആസൂത്രണം ചെയ്യേണ്ടതുണ്ട്. ഒരു പഞ്ചായത്ത് ഒരു പൗരൻ്റെ സ്വപ്നങ്ങളെ എങ്ങനെ പ്രോത്സാഹിപ്പിക്കണം എന്നതിനുള്ള ഒരു പരിശീലന പദ്ധതി ഇവർക്കുണ്ടാവേണ്ടതുണ്ട്. നമ്മുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഏതു മട്ടിലാണ് രൂപപ്പെടുത്തേണ്ടത്? നമുക്കറിയാം, പലപ്പോഴും കേരളത്തിലെ പല പഞ്ചായത്തുകളിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ കാണുന്നത് ഏതോ ഭരണ സംവിധാനത്തിൻ്റെ ഭാഗമായി നിർമ്മിച്ച പല കാര്യങ്ങൾ, പല ഇൻഫ്രാസ്ട്രക്ചറുകൾ 2-3 വർഷത്തിന് ശേഷം അത് ഉപയോഗശൂന്യമായി ദ്രവിച്ച് തകർന്ന് ആർക്കും വേണ്ടാതെ കിടക്കുന്നു. വലിയധികം ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ച പലതും ഒരാൾക്കും ആവശ്യമില്ലാത്ത കാട് പിടിച്ച് കിടക്കുന്ന പ്രസ്ഥാനങ്ങളായി മാറിയിരിക്കുന്നത്. ഉദാഹരണം പറഞ്ഞാൽ, എൻ്റെ നാട്ടിൽ തന്നെ ടൂറിസവുമായി ബന്ധപ്പെട്ട് ചില പദ്ധതികൾ ചില ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റുകൾ നടത്തി. അതിൽ പലതും ടൂറിസത്തിന് ഒരു തരത്തിലും പ്രയോജനപ്പെട്ടില്ല എന്ന് മാത്രമല്ല, ദേശീയ നഷ്ടമായി ഇപ്പോൾ ദ്രവിച്ച് തീർന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഒരു ലോക്കൽ സെൽഫ് ഗവൺമെൻറ് ആ പ്രദേശത്ത് ഏതെങ്കിലും ഒരു പദ്ധതി ആസൂത്രണം ചെയ്യുമ്പോൾ അത് ഭാവിക്ക് എങ്ങനെ പ്രയോജനപ്പെടും, അതിനെ ഒരു പ്രൊഫഷണൽ സംവിധാനം എന്ന നിലയിൽ തുടർന്ന് നിലനിർത്തിക്കൊണ്ടുപോകാൻ എന്ത് സിസ്റ്റമാണ് അതിനുള്ളത് എന്നൊക്കെ പഠിക്കുന്ന ഒരു കൃത്യമായ മാസ്റ്റർ പ്ലാനോടുകൂടി എങ്ങനെ പദ്ധതികൾ ആവിഷ്കരിക്കാമെന്ന് പരിശീലനം നൽകുന്ന ഒരു പദ്ധതി തീർച്ചയായിട്ടും ഈ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിലെ ഉദ്യോഗസ്ഥ സംവിധാനത്തിനും ഭരണസമിതിക്കും നൽകേണ്ടതുണ്ട്. കാരണം ഓരോ പഞ്ചായത്തും ആ പഞ്ചായത്തിലെ ഭരിക്കുന്ന ആളുകൾ എല്ലാം ലോക വീക്ഷണമുള്ളവരാവണമെന്നോ ഭാവിയെക്കുറിച്ച് വ്യക്തമായ പദ്ധതികൾ മനസ്സിലുള്ളവരായിരിക്കണമെന്നോ നിർബന്ധമില്ല. അപ്പോൾ ഇതിനൊരു കേന്ദ്രീകൃതമായ ഒരു പരിശീലന കേന്ദ്രം ലോക നിലവാരത്തിൽ നമ്മളുടെ ഓരോ പഞ്ചായത്തിനെയും എങ്ങനെ രൂപപ്പെടുത്താം, അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ മുതൽ മനുഷ്യൻ്റെ ഉള്ള സൗകര്യങ്ങൾ വരെ എങ്ങനെ രൂപപ്പെടുത്തണം എന്നുള്ളതിൻ്റെ പരിശീലനമാണ് ഏറ്റവും അടിസ്ഥാന കാര്യം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. രണ്ടാമത്തെ കാര്യം, ഈ പരിശീലന പദ്ധതിയുടെ ഭാഗമായി ഇവരിലേക്ക് പകർന്നു കൊടുക്കേണ്ടത് 2 സുപ്രധാനമായ കാര്യങ്ങളാണ്. ഒന്ന്, നമുക്കറിയാം ഇവിടെ സംരംഭകരുണ്ട്, സ്വകാര്യ മേഖലയിൽ ധാരാളം സംരംഭകർ ആശയങ്ങളുമായി അവർക്കുള്ള ആവശ്യങ്ങളുമായി ഇങ്ങനെ കാത്തു നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരു പ്രാദേശിക ഭരണ സംവിധാനത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ഉത്തരവാദിത്വം നമുക്കറിയാം, ഒരു നാടിനെ മനുഷ്യന് ആ നാട്ടിൽ ജീവിക്കുന്നവർക്കും പുറത്തുനിന്ന് കടന്നു വരുന്നവർക്കും ഇംപ്രസീവായി തോന്നുന്ന മട്ടിൽ രൂപപ്പെടുത്തുക എന്നുള്ളതാണ്. അതിൽ ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം നമുക്കറിയാം വൃത്തിയാണ്. ഈ വൃത്തി എന്ന് ഞാനിത് പറയുമ്പോൾ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന്, അല്ലെ പല അനുഭവങ്ങളിൽ നിന്നാണ് ഞാനീ പറയുന്നത്. ഞാൻ ഇന്ത്യയിൽ നിന്നാണ് യാത്ര ചെയ്തെത്തുന്നത് എന്ന് പറയുന്ന പല ഘട്ടങ്ങളും എനിക്ക് എൻ്റെ യാത്രകളിൽ ഉണ്ടാവാറുണ്ട്. 1-2 ദിവസം ഞാൻ ചില വിദേശികൾക്കൊപ്പം അല്ലെങ്കിൽ വിദേശ നാടുകളിലെ ചില സുഹൃത്തുക്കൾക്കൊപ്പം ഒന്നിച്ച് ജീവിച്ചു കഴിഞ്ഞാൽ അവരുമായിട്ടൊരു സൗഹൃദമായി കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു സ്വാതന്ത്ര്യം അവർക്ക് എന്നോട് ഉണ്ടായി കഴിയുമ്പോൾ അവരെന്നോട് ചോദിക്കാറുള്ളൊരു ചോദ്യമുണ്ട്,
നിങ്ങളുടെ നാടും നഗരവും ഒക്കെ എന്താ ഇപ്പോഴും ഈ വൃത്തികേടായിട്ട് കിടക്കുന്നത്? ഒരു വൃത്തിയില്ലാത്ത എന്തുകൊണ്ടാണ്? ഇന്ത്യക്കാരൻ എന്ന് പറഞ്ഞാൽ വൃത്തിയില്ലാത്ത ഒരു ജനസമൂഹം എന്നൊരു ചിന്തയുണ്ട്. ഇത് തുറന്നാരും ഇതുപോലെ പറയില്ല. ഇതെന്റെ അനുഭവമാണ്. കേരളത്തിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യയിലേക്ക് വരുന്ന കേരളം ഇന്ത്യയുടെ ആ ശരാശരി വൃത്തി വെച്ച് നോക്കുകയാണെങ്കിൽ വളരെ മുന്നിലാണെങ്കിലും വൃത്തിയില്ലായ്മ നമ്മുടെ ഒരു മുഖമുദ്രയാണ് എന്ന് ലോകം ചിന്തിച്ചിട്ടുണ്ട് വലിയ തോതിൽ. നമ്മൾ 3 നേരം കുളിക്കുന്നവരാണ്, നന്നായിട്ട് പൗഡർ ഇടുന്നവരാണ്, പൊട്ടു തൊടുന്നവരാണ്, ശരിയൊക്കെ തന്നെയാണ്. പക്ഷെ വൃത്തിയില്ലാത്ത ജനം എന്നൊരു തോന്നൽ ലോകത്തിന് നമ്മളെക്കുറിച്ചുണ്ട്. അപ്പോ പുതിയ തലമുറ പോലും വിദേശ രാജ്യങ്ങളിലേക്ക് ചെന്ന് ഇവിടുന്ന് പോയവര് അവൻ ചെന്നിട്ട് ആദ്യം ഇങ്ങോട്ട് ഇടുന്ന വാട്സപ്പ് മെസ്സേജ് അല്ലെങ്കിൽ അവന്റെ സോഷ്യൽ മീഡിയയിൽ ഇടുന്നത് കണ്ടോ ഇവിടെയൊക്കെ എത്ര വൃത്തിയാണെന്നാണ്. ദാറ്റ് മീൻസ് അടുത്ത തലമുറയെ നമ്മുടെ നാട്ടിൽ പിടിച്ചു നിർത്തണമെങ്കിൽ ലോക നിലവാരമുള്ള ഫെസിലിറ്റികളോടൊപ്പം ആ നിലവാരത്തിലുള്ള വൃത്തിയും സൗന്ദര്യവും ഉണ്ടാവണം. വൃത്തിയാക്കുകയും സൗന്ദര്യവൽക്കരിക്കുകയും ചെയ്യുക എന്നത് പ്രാദേശിക സെൽഫ് ഗവൺമെന്റുകളുടെ പ്രധാന ഗോളാക്കി മാറ്റണം. വലിയ അത്ഭുതങ്ങളോ വലിയ നിർമ്മിതികളോ ഒന്നും ഉണ്ടാക്കിയില്ലെങ്കിലും നിങ്ങളുടെ പഞ്ചായത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ മുനിസിപ്പാലിറ്റി വൃത്തിയും സൗന്ദര്യവും ഉള്ളതാക്കി മാറ്റിയാൽ തന്നെ ഈ നാട് വിട്ടുപോകാനിരിക്കുന്നതിലെ പകുതി പേരെങ്കിലും നാട്ടിരിക്കും. ഇങ്ങോട്ട് വരുന്ന ആളുകൾ കുറെ പേരെങ്കിലും ഈ നാടിന്റെ സൗന്ദര്യത്തിൽ, ഈ നാടിന്റെ സ്വാഭാവികമായ സൗന്ദര്യത്തെ ആസ്വദിച്ച് കൂടുതൽ ടൂറിസ്റ്റുകളെ കൂടുതൽ ആളുകൾ ഇങ്ങോട്ട് പറഞ്ഞുവിടും. കാരണം കേരളത്തിൽ ഒരു ബുർജ് ഖലീഫ പണിതിട്ടോ താജ്മഹലോ പണിതിട്ടോ വേണ്ട ടൂറിസ്റ്റുകൾ ഇവിടേക്ക് വരാൻ. നമ്മുടെ സംസ്കാരം, നമ്മുടെ പ്രകൃതി, നമ്മുടെ കലകൾ, നമ്മുടെ ഭക്ഷണം, നമ്മുടെ ജീവിത രീതി, ഇതൊക്കെ തന്നെയാണ് കേരളത്തിന്റെ ശക്തി. പക്ഷെ അതിനെ വൃത്തിയോടെ ഒരുക്കി വെക്കാനുള്ള ഉത്തരവാദിത്വം തീർച്ചയായും പ്രാദേശിക സെൽഫ് ഗവൺമെന്റുകൾക്കാണ്. ഈ വൃത്തിയാക്കുന്നത് മാത്രം പോരാ, സൗന്ദര്യവൽക്കരിക്കണം. നമ്മുടെ നാട്ടിലെ പൊതുവഴികളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഓരോ വ്യക്തിക്കും ഇഷ്ടമുള്ള കെട്ടിടം പണിയാനുള്ള അവകാശമുണ്ട്. ഞാനാണ് കാശ് മുടക്കുന്നതിൽ എനിക്ക് ഇഷ്ടമുള്ള പോലെ പണിയും. പക്ഷേ നമ്മൾ ഭാവിയെക്കുറിച്ചാണ് ചിന്തിക്കുന്നതെങ്കിൽ നമ്മൾ ഇന്ന് ഏറ്റവും ഭംഗിയുള്ള നാട് എന്ന് കരുതുന്ന ഓരോ നാട്ടിലെയും ഭംഗിക്ക് കാരണം അവിടെ ഒരു കെട്ടിടം പണിയണമെങ്കിൽ അതിന്റെ എസ്തെറ്റിക് സെൻസ്, അതിന്റെ സൗന്ദര്യബോധം വളരെ സുപ്രധാനമാണ്. നിങ്ങൾ സ്വിറ്റ്സർലൻഡിനെ പുകഴ്ത്തും. സ്വിറ്റ്സർലൻഡിന്റെ ഗ്രാമങ്ങൾ ഗംഭീരമാണ്, പുൽമേടുകൾ ഗംഭീരമാണ്. അത് ആ മട്ടിലിടാൻ കൃത്യമായ പ്ലാനിങ്ങും കൃത്യമായ നിയമങ്ങളും കൃത്യമായ ഡിസൈനും ഉണ്ട്. ആ നിയമം തെറ്റിച്ചാൽ കർശനമായ പിഴയാണ്. അപ്പോൾ അത് ചെറിയൊരു കാര്യമല്ല. അടുത്തൊരു കാര്യം, നമുക്കറിയാം കേരള സംസ്ഥാനത്തേക്ക് ഇൻവെസ്റ്റേഴ്സിനെ നമ്മൾ ക്ഷണിക്കുന്നുണ്ട്. ധാരാളം ഇൻവെസ്റ്റേഴ്സ് വരുന്നുണ്ട്. പഴയ സാഹചര്യങ്ങളൊക്കെ മാറി എന്നുള്ളത് നമ്മളൊക്കെ അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ യഥാർത്ഥത്തിൽ നമുക്ക് ആവശ്യമുള്ള ഒരു മാറ്റം പൂർണ്ണമായ തോതിൽ ഇൻവെസ്റ്റർ ഫ്രണ്ട്ലി ആയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പൂർണ്ണമായിട്ടായിട്ടില്ല. എങ്കിലും വലിയൊരു മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട് അക്കാര്യത്തിൽ. ഇതിൽ സുപ്രധാനമായ റോൾ വഹിക്കേണ്ട ഒരു വിഭാഗം ആളുകൾ ഈ പ്രാദേശിക സെൽഫ് ഗവൺമെന്റുമായി ബന്ധപ്പെട്ട അധികാരം കൈയാളുന്ന ആളുകൾ തന്നെയാണ്. നമുക്കത് ഇപ്പോ ഈ പഞ്ചായത്തുകൾക്ക് ഒരു പുതിയ ചിന്തയാണ്. എന്തുകൊണ്ട് പഞ്ചായത്തുകൾ നമുക്ക് ഇൻവെസ്റ്റേഴ്സ് മീറ്റുകൾ സംഘടിപ്പിച്ചുകൂടാ? ഓരോ പഞ്ചായത്തിലും ആ പഞ്ചായത്തിലെ സംരംഭകരെ ചേർത്ത് പഞ്ചായത്തിന്റെ പ്രാദേശിക സെൽഫ് ഗവൺമെന്റിന്റെ ഒരു നേതൃത്വത്തിൽ ഓരോ പഞ്ചായത്തിലും ഇൻവെസ്റ്റേഴ്സിനെ ക്ഷണിച്ചു കൊണ്ടുവന്ന് ഇൻവെസ്റ്റ് ചെയ്യിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാവണം. പഞ്ചായത്ത് ഭരണ സംവിധാനം, പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ, പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ഭരണ സംവിധാനം ആ നാട്ടിലേക്ക് ഇൻവെസ്റ്റേഴ്സിനെ ക്ഷണിച്ചു കൊണ്ടുവരുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ ഒരു ഇൻവെസ്റ്റർ ലൈസൻസിന് വേണ്ടി ക്യൂ നിൽക്കുന്നതിൽ നിന്ന് നേരെ തിരിഞ്ഞൊരു പ്രതിഭാസമായിട്ട് അത് മാറും. ഇൻവെസ്റ്റർ ഒരു ലൈസൻസിന് വേണ്ടി പഞ്ചായത്തിന്റെ പടി കയറി ഇറങ്ങുന്നതിന് പകരം പഞ്ചായത്ത് ഓഫീസർ ഇൻവെസ്റ്ററുടെ പടി കയറി ഇറങ്ങുകയും അവനെ എത്ര ഇൻവെസ്റ്റേഴ്സിനെ ഒരു പഞ്ചായത്തിൽ ഒരു വർഷം കൊണ്ടുവന്നിരിക്കണമെന്ന് അവർക്ക് ടാർഗറ്റ് കൊടുക്കുകയും ചെയ്യുന്ന ഒരു സംവിധാനം ഉണ്ടാവണം. പഞ്ചായത്ത് ഭരണസമിതിയുടെ ഉത്തരവാദിത്വമായിരിക്കണം വർഷം തോറും ഇത്ര ഇൻവെസ്റ്റേഴ്സ്, ഇത്ര സംരംഭങ്ങൾ, ഇത്ര ആളുകൾക്ക് ജോലി കൊടുക്കുക എന്നത് ഒരു പഞ്ചായത്തിന്റെ ബാധ്യതയും ഉത്തരവാദിത്വമായിട്ട് മാറണം. ഒരു സംസ്ഥാന സർക്കാരിന്റെ ഉത്തരവാദിത്വമായി നമ്മൾ എപ്പോഴും ചോദിക്കും, നിങ്ങൾ എത്ര പേർക്ക് തൊഴിൽ കൊടുത്തു? ഇതേ ചോദ്യം പഞ്ചായത്തിനോട് ചോദിക്കാൻ നമുക്ക് പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം. സംസ്ഥാന സർക്കാരുകൾ മാത്രമല്ല അതിന്റെ ഉത്തരവാദികളായി മാറേണ്ടത്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കാർഷിക മേഖലയ്ക്ക് ഇതേപോലെ തന്നെ ടാർഗറ്റുകൾ ഫിക്സ് ചെയ്യണമെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഓരോ പഞ്ചായത്തിന്റെയും കാർഷിക സാധ്യതകൾ എന്താണെന്ന് പഠനം നടത്തിയിട്ടുണ്ട്. എൻ്റെ പഞ്ചായത്തിലെ സാധ്യതയല്ല പാലക്കാട്ടെ ഒരു പഞ്ചായത്തിന്റെ സാധ്യത. അവിടെ വിളയുന്നത്, അവിടെ അവശേഷിക്കുന്ന പാടശേഖരം, അവിടെ അവശേഷിക്കുന്ന കൃഷിയിടം, അവിടെ അവശേഷിക്കുന്ന കർഷകർ, സജീവമായി പ്രവർത്തിക്കുന്ന കർഷകർ ആരൊക്കെ, എത്രയൊക്കെ, അവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആ പഞ്ചായത്തിന് അടുത്തൊരു വർഷം എത്ര പ്രൊഡക്ടിവിറ്റി ഉണ്ടാക്കാൻ കഴിയുമെന്ന് കൃത്യമായ ഒരു ധാരണ പഞ്ചായത്തിനുണ്ടാവുകയും കൃഷി ഓഫീസറെ കൂടി കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് കാർഷിക ഉൽപാദനത്തിന് ടാർഗറ്റുകൾ ഓരോ പഞ്ചായത്തിനും കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവേണ്ടതുണ്ട്. മറ്റൊന്ന്, ടൂറിസം കേരളത്തിന്റെ ഏറ്റവും സാധ്യതയുള്ള ഒരു മേഖലയാണ്. എല്ലാ പഞ്ചായത്തിനും ടൂറിസത്തിൽ സാധ്യതയുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. മൂന്നാർ പഞ്ചായത്തിനും കോവളത്തിനും വർക്കലയ്ക്കും മാത്രമല്ല, ഏത് പഞ്ചായത്തിലും കേരളത്തിന്റെ സംസ്കാരവും ഭക്ഷണവും കലയും
ജീവിതചര്യയും പുലരുന്ന ഏത് പഞ്ചായത്തിലും ടൂറിസത്തിന് സാധ്യതകളുണ്ട്. കാരണം നമ്മുടെ ജീവിതം തന്നെ ഒരു ടൂറിസം പ്രോഡക്റ്റ് ആണ്. നമ്മുടെ ദൈനംദിന ജീവിതം നെല്ല് ഞാറുനട്ട് കൊയ്ത് മെതിച്ച് അത് അരിയാക്കി ഒരു പലഹാരമാക്കി മാറ്റുന്ന പ്രോസസ് പോലും ഒരു ടൂറിസം പ്രോഡക്റ്റ് ആണെന്ന് അനുഭവിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. റബ്ബർ ടാപ്പ് എന്ന് കണ്ടിട്ടില്ലാത്ത യൂറോപ്യൻസിനും അമേരിക്കൻസിനും റബ്ബർ ടാപ്പിംഗ് ഒരു റബ്ബർ ഷീറ്റ് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ടൂറിസം പ്രോഡക്റ്റ് ആണ്. കേരളത്തിലെ ഏത് ഗ്രാമത്തിലും അവരുടെ സംസ്കാരത്തിൽ ഊന്നിക്കൊണ്ടുള്ള ടൂറിസം സാധ്യതകളുണ്ട്. അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുകയും ടൂറിസത്തിൽ ടാർഗറ്റുകൾ കൊടുക്കുകയും ആ പഞ്ചായത്തിന്റെ സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു മാസ്റ്റർ പ്ലാൻ പഞ്ചായത്തുകൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകാൻ കഴിയുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവേണ്ടതുണ്ട്. ഇതിനൊക്കെ പുറമെ വളരെ സുപ്രധാനമായ ഒരു കാര്യം എനിക്ക് എന്റെ ചിന്തകളിലൂടെ പലപ്പോഴും വന്നിട്ടുള്ളൊരു കാര്യം ഇതാണ്. നമ്മൾ ഈ പറഞ്ഞ ആശയങ്ങളെല്ലാം നടപ്പാക്കാൻ എല്ലാ പഞ്ചായത്തും ഒരേപോലെ തന്നെ ശ്രമിച്ചു കൊള്ളണമെന്നില്ല. എല്ലാ പഞ്ചായത്തിനും അത് ചിലപ്പോൾ സാധ്യമായി കൊള്ളണമെന്നില്ല. പക്ഷേ ഒരു സംസ്ഥാന ഗവൺമെന്റ് മുന്നിട്ടിറങ്ങി ഒരൊറ്റ പഞ്ചായത്തിനെ, കേരളത്തിലെ തിരഞ്ഞെടുത്ത് ഒരു പഞ്ചായത്തിനെ ഈ പറഞ്ഞ ആശയങ്ങളെല്ലാം നടപ്പാക്കാൻ കഴിയുന്ന ഒരു മാതൃകാ പഞ്ചായത്താക്കി അടുത്ത 5 വർഷം കൊണ്ട് രൂപപ്പെടുത്താൻ കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ ലോക നിലവാരമുള്ള എല്ലാ ഫെസിലിറ്റികളും, ലോക നിലവാരമുള്ള രീതിയിൽ പെരുമാറുന്ന ഉദ്യോഗസ്ഥരുള്ള ഭരണ സംവിധാനമുള്ള ഒരൊറ്റ പഞ്ചായത്തിനെ നമുക്ക് രൂപപ്പെടുത്താൻ കഴിഞ്ഞാൽ എനിക്കറിയാം അത് വിജയമാണെങ്കിൽ മറ്റൊന്നും ചെയ്യേണ്ടി വരില്ല. കേരളത്തിലെ ബാക്കി എല്ലാ പഞ്ചായത്തുകളും ആ സിസ്റ്റത്തെ അനുകരിക്കാൻ തയ്യാറാവും. ഒരു സംസ്ഥാന സർക്കാർ മനസ്സുവെച്ചാൽ സാധ്യമാകുന്ന കാര്യമാണ് ഒരു പഞ്ചായത്തിനെ ലോക നിലവാരമുള്ള ഒരു സംവിധാനം, ഒരു ഭരണ സംവിധാനവും ഒരു അടിസ്ഥാന സൗകര്യ വികസനത്തിന്റെ ഒരു കേന്ദ്രവുമാക്കി മാറ്റാൻ കഴിയുക എന്നുള്ളത്. അപ്പോൾ ഒരു പൗരൻ എന്ന നിലയിൽ സിറ്റിസൺ പാനലിൽ നിന്ന് എൻ്റെ ഒരു അഭിപ്രായം, ഒരു പഞ്ചായത്തിനെയെങ്കിലും ലോക നിലവാരത്തിൽ നാളത്തെ കേരളം എങ്ങനെയായിരിക്കുമെന്ന് കാണിച്ചു കൊടുക്കുന്ന ഒരൊറ്റ പഞ്ചായത്തിനെ നമുക്ക് രൂപപ്പെടുത്തി കേരളത്തിലെ മറ്റു പഞ്ചായത്തുകൾക്ക് മാതൃകയാക്കി മുന്നോട്ട് വയ്ക്കാൻ കഴിഞ്ഞാൽ പോലും മറ്റു പഞ്ചായത്തുകളും അതിനെ അനുകരിക്കുകയും വലിയൊരു മാറ്റത്തിന് തുടക്കമാവുകയും ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പരിമിതമായ സമയം അവസാനിക്കുകയായതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അപ്പോൾ താങ്ക് യു. ബഹുമാന്യനായ ശ്രീ MP രാജേഷ് മിനിസ്റ്റർ ഉൾപ്പെടെ വേദിയിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. സ്വയം പര്യാപ്തമായ ഗ്രാമങ്ങൾ, ഇടങ്ങൾ എന്നുള്ള ഒരു സ്വപ്നത്തിൽ നിന്നും ലക്ഷ്യത്തിൽ നിന്നുമൊക്കെ വർഷങ്ങൾക്കിപ്പുറം നമ്മൾ എത്തി നിൽക്കുമ്പോൾ, പ്രത്യേകിച്ച് അടുത്ത വർഷങ്ങളിലേക്ക് നമ്മൾ എത്തി നിൽക്കുമ്പോൾ, വികസനത്തിന്റെ കാര്യത്തിലായാലും പ്രൊജക്റ്റുകളുടെ കാര്യത്തിലായാലും പദ്ധതികളുടെ കാര്യത്തിലായാലും ഇതെല്ലാം ഗുണം നേടിയ സാധാരണ ജനങ്ങളുടെ കാര്യത്തിലായാലും എല്ലാം വലിയ കണക്കുകളിൽ നമ്മൾ എത്തി നിൽക്കുന്നു എന്നുള്ളത് ഒരുപാട് സന്തോഷമായ ഭാഷയിൽ സംസാരിക്കാനുള്ള അറിവിന്റെ ഭാഗമാണ് എന്നുള്ള തിരിച്ചറിവിൽ നിന്നുകൊണ്ട് മാത്രമാണ് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും ഒരുപാട് പദ്ധതികൾ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വന്നു. അതിൻ്റെ റിസൾട്ടുകൾ നമ്മൾ കണ്ടുവന്നു. ഇപ്പോൾ ലൈഫ് പദ്ധതിയിലൂടെ ഒരുപാട് വീടുകൾ 5 ലക്ഷത്തിൽ എന്ന് സംസാരിച്ചു തുടങ്ങിയിടത്തിൽ നിന്ന് നമ്മൾ 6 ലക്ഷത്തിലേക്ക് നമ്മുടെ കണക്കുകൾ എത്തി നിൽക്കുകയാണ്. അതേപോലെ മാലിന്യ നിർമ്മാർജ്ജനത്തിൻ്റെ കാര്യത്തിലും ഏറ്റവും ഗംഭീരമായിട്ടുള്ള മുമ്പോട്ടുള്ള വരവ് നമുക്ക് സാധ്യമാക്കിയിരിക്കുന്നു. കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങൾ, ഏത് സ്മാർട്ട് ഏത് മേഖലയെടുത്താലും മുൻപോട്ടുള്ള അതിവേഗമുള്ള കുതിപ്പാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു സ്ത്രീ എന്നുള്ള രീതിയിലും ഒരു കലാകാരി എന്നുള്ള രീതിയിലും ഏറ്റവും ഞാൻ ശ്രദ്ധയോടെ വീക്ഷിച്ചിരുന്നത് കുടുംബശ്രീയുടെ പ്രവർത്തനങ്ങളാണ്. അവരുടെ പല പ്രവർത്തനങ്ങളും അടുത്ത് നിന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്മാർട്ട് അല്ലെങ്കിൽ ഡിജിറ്റലൈസേഷൻ എന്നുള്ള ഡിജിറ്റൽ അറിവിലേക്ക് നമ്മൾ കടന്നു വന്ന് നിൽക്കുന്ന സാഹചര്യത്തിൽ ഞാൻ ചേർത്ത് വയ്ക്കാൻ ആഗ്രഹിക്കുന്ന കുറച്ച് സാധ്യതകൾ എന്ന് പറയുന്നത്, ഒരു സൈബർ സുരക്ഷ ഹെൽപ്പ് ഡെസ്ക് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് വളരെ വലിയൊരു കാര്യമായിരിക്കും എന്ന് ഞാൻ എൻ്റെ ഒരു എളിയ ബുദ്ധിയിൽ ചേർത്ത് വയ്ക്കുകയാണ്. കാരണം ഓരോ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലും ഒരു വ്യാജ ലിങ്കുകൾ അല്ലെങ്കിൽ ഓൺലൈൻ ബാങ്കിങ്, ഫിഷിംഗ് എല്ലാം സംഭവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഇവയെല്ലാം സാധാരണ ജനങ്ങൾക്ക് ഓടിയെത്താൻ സാധിക്കുന്ന ഒരു ഹെൽപ്പ് ഡെസ്ക് ഉണ്ടെങ്കിൽ അതൊരു വലിയ സഹായകരമായ ഒരു പ്രവൃത്തിയായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതിന് തന്നെ നമ്മുടെ വീടുകളിൽ നമ്മുടെ ഡിജിറ്റൽ അറിവുകൾ നേടിയിട്ടുള്ള സ്ത്രീജനങ്ങളെ ഉൾപ്പെടെ പ്രായമായ ആളുകളെ ഉൾപ്പെടെ ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ടെങ്കിൽ അതും ശ്രമിക്കാമെന്ന് എനിക്ക് തോന്നുകയാണ്. ഒരു മൊബൈൽ ഫോൺ ഉപയോഗിക്കുക, ഒരു കോൾ ചെയ്യുക, ഒരു വാട്സപ്പ് ഉപയോഗിക്കുക എന്നുള്ളതിനപ്പുറമുള്ള അറിവുകളിലേക്ക് അവരെ നമുക്ക് ഉപയോഗിക്കപ്പെടുത്താൻ സാധിച്ചാൽ അവരുടെ സമയവും അവരുടെ വിരസത മാറുകയും, എന്നാൽ എവിടെയൊക്കെയോ ഈ പറഞ്ഞ ജെൻസി അല്ലെങ്കിൽ പുതിയ ജനറേഷനോട് കണക്റ്റഡ് ആയിരിക്കുന്നു, നമ്മളും മാറുന്ന ലോകത്തിനൊപ്പമാണ് എന്നുള്ളൊരു ബോധം, ഒരു ധൈര്യം അവരിലേക്ക് പകരാനും സാധിക്കുമെന്ന് എനിക്ക് തോന്നുകയാണ്.
മറ്റൊരു കാര്യം, ഒരു ഡിജിറ്റൈസേഷൻ പ്രൊജക്റ്റുകളാണ്. നമ്മുടെ പ്രാദേശിക ചരിത്ര രേഖകൾ, കയ്യെഴുത്ത് പ്രതികൾ തുടങ്ങിയവയൊക്കെ ഡിജിറ്റൈസ് ചെയ്യുന്നതിനും ഇതേപോലെ പരിശീലനം നൽകി നമ്മുടെ കുടുംബശ്രീ പ്രവർത്തകർ അല്ലെങ്കിൽ സാധാരണ നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ജനങ്ങളെ ഉപയോഗിക്കാനുള്ള ഒരു സാധ്യതയും ഞാൻ മുന്നിലേക്ക് കാണുകയാണ്. ഓരോ വാർഡിലെയും ചരിത്രം അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന പഞ്ചായത്തുകളിലെയൊക്കെ ആയാലും ചരിത്രം, പ്രകൃതി സൗന്ദര്യം, പ്രാദേശിക ഉൽപ്പന്നങ്ങൾ എന്നിവയെക്കുറിച്ചൊക്കെയുള്ള നിലവാരമുള്ള വീഡിയോകൾ ക്രിയേറ്റ് ചെയ്യുന്നതിനും ഇവരുടെ ഒരു സഹായം അല്ലെങ്കിൽ അവരുടെ ഒരു ശ്രമം നമുക്ക് പരിശോധിക്കാവുന്നതാണ് എന്നും എനിക്ക് തോന്നുകയാണ്. മറ്റൊന്ന്, പരിസ്ഥിതി സൗഹാർദ്ദപരമായ ബിസിനസ് ആശയങ്ങളിലേക്ക് കുടുംബശ്രീ യൂണിറ്റുകളെ ചേർത്ത് നിർത്താം എന്നുള്ളൊരു ആശയം കൂടെ ഞാൻ പങ്കുവെക്കുകയാണ്. ഇപ്പോൾ സാർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രകൃതി സുന്ദരമായിട്ടുള്ള ഹരിതാഭയായിരുന്നുള്ള ഒരു ഭൂപ്രകൃതി നമുക്കുണ്ട്. അപ്പോൾ അതിനോട് ചേർന്ന് നിൽക്കുന്ന ടൂറിസ്റ്റ് സ്പോട്ടുകൾ കണ്ടെത്തുകയാണെങ്കിൽ അതിനോട് ചേർന്നുള്ള ഹോം സ്റ്റേസിനുള്ള സാധ്യതകൾ, അതിൽ കമ്മ്യൂണിറ്റി കിച്ചൺസിനുള്ള സാധ്യതകൾ തുടങ്ങിയവയെല്ലാം ഒരു വലിയ കൂട്ടം ആളുകൾക്ക് തൊഴിലവസരങ്ങളും അവരെ എൻഗേജ്ഡ് ആക്കുകയും അവരും വികസനത്തിൻ്റെയും പുരോഗതിയുടെയും മുമ്പോട്ട് നയിക്കുന്ന നാടിൻ്റെ മുഖഭാഗമായി മാറുന്നു എന്നുള്ള ഒരു ചിന്ത കൈവരിക്കാനും സാധ്യമാകുന്നു എന്നും എനിക്ക് തോന്നുകയാണ്. നമ്മൾ നേരത്തെ സംസാരിച്ച മറ്റൊരു വിഷയം എന്ന് പറയുന്നത് മാലിന്യ നിർമ്മാർജ്ജനമാണ്. അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു, ഖരമാലിന്യം എന്നതുപോലെ തന്നെ ദ്രവമാലിന്യത്തിൻ്റെയും സംസ്കാരത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. അതിനെപ്പറ്റിയുള്ള ചിന്തകൾ, ചർച്ചകൾ സംഭവിക്കുന്നു എന്നറിയുന്നു. അതിൽ തന്നെ മാലിന്യ നിർമ്മാർജ്ജനത്തോടൊപ്പം അത് ഏറ്റവും ഗംഭീരമായിട്ടുള്ള ഘട്ടത്തിലാണ് എത്തി നിൽക്കുന്നത് എന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ എറണാകുളം പ്രദേശത്ത് നിന്ന് വരുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ഏറ്റവും ബുദ്ധിമുട്ടുകൾക്ക് അറിയുകയും അത് മാറി വരുന്ന അതിൻ്റെ കൊച്ചിയുടെ അല്ലെങ്കിൽ എറണാകുളത്തിന് മുഖമൊക്കെ കാണുകയും സന്തോഷവും കണ്ടെത്തുകയും ചെയ്യുന്ന ഒരാളാണ്. അതിനോടൊപ്പം തന്നെ മാലിന്യത്തിൽ നിന്ന് എന്ത് നമുക്ക് നേടാം, ഫ്രം വേസ്റ്റ് ടു വെൽത്ത് എന്ന് പറയുന്ന പോലെ തന്നെ ഫ്രം വേസ്റ്റ് എന്തൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളത് നമുക്ക് ആലോചിക്കാവുന്ന ഒരു കാര്യമായിട്ട് ഫീൽ ചെയ്യുകയാണ്. ഇപ്പോൾ ഫാഷൻ ആക്സസറീസ്, ടാഗുകൾ, നമ്മുടെ പ്രോഗ്രാംസിന് ഉപയോഗിക്കുന്ന ചെറിയ ചെറിയ ഗിഫ്റ്റുകൾ ഉൾപ്പെടെ പലപ്പോഴും പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞ പൂക്കളാണ് നമ്മളെ തേടി ഇത്തരം പ്രോഗ്രാമുകളിലൊക്കെ സ്വീകരണത്തിനാണ് എത്താറ്. അതെല്ലാം റീപ്ലേസ് ചെയ്യാനുള്ള സാധ്യതകൾ ചെറുതെങ്കിലും വലിയ ഒരു ചിന്തയായിട്ട് എനിക്ക് തോന്നുകയാണ്. അതും ഉപയോഗപ്പെടുത്താവുന്ന ഒരു സാധ്യതയായിട്ട് ഞാൻ മുമ്പോട്ട് വയ്ക്കുന്നു. മറ്റൊന്ന്, നമ്മളെല്ലാവരും സംസാരിക്കുമ്പോൾ നമ്മൾ ഫിസിക്കലി എൻഗേജ്ഡ് ആവുക എന്നുള്ള കാര്യത്തെ പറ്റിയും നമുക്ക് ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവുക എന്നുള്ള കാര്യത്തെ പറ്റിയും ഒക്കെ സംസാരിക്കുമ്പോഴും നമ്മൾ മറന്നു പോകുന്ന അല്ലെങ്കിൽ നമ്മൾ ശ്രദ്ധയോടെ ചേർത്ത് നിർത്തേണ്ട ഒരു വിഷയമായിട്ട് തോന്നുന്ന ഒന്നാണ് മാനസിക ആരോഗ്യം എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും വാർത്തകളിലും നമ്മൾ ചേർന്ന് നിൽക്കുന്ന സംഭവങ്ങളിലും ഒക്കെ നമ്മുടെ തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു ജീവൻ ഒരു ദിവസം കൊഴിഞ്ഞു പോകുന്നൊരു കാഴ്ച കാണാറുണ്ട്. ഇങ്ങനെ സംഭവിക്കുന്നു എന്ന് പറയുമ്പോൾ ചെറിയ ഒരു കൈത്താങ് ഉണ്ടായിരുന്നുവെങ്കിൽ, ഒരു കൈപ്പിടി ഉണ്ടായിരുന്നുവെങ്കിൽ, അറിയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നുവെങ്കിൽ, തുറന്നൊന്ന് സംസാരിക്കാൻ സാധിക്കുമായിരുന്നുവെങ്കിൽ നമുക്ക് ഒഴിവാക്കാൻ സാധ്യമായിരുന്ന അപകടങ്ങളാണ് അവയെല്ലാം. അപ്പോൾ ഒരു CDSൻ്റെ തലത്തിലോ CDS കൂട്ടായ്മയുടെ ഭാഗത്തിലോ എങ്കിലും ചേർന്ന് ഒരു മാനസിക ആരോഗ്യ ഒരു യൂണിറ്റുകൾ, അതിന് യൂണിറ്റ് എന്നുള്ള ടേമാണോ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. ബിക്കോസ് പലപ്പോഴും നമുക്കൊരാവശ്യമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് ഇത്തരം സഹായങ്ങളിലേക്ക് നമ്മൾ പോവുക. അല്ലെങ്കിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരാൾക്ക് ഇത്തരം ഒരു ആവശ്യമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് അവരെ നമ്മളൊരു സ്പേസിലേക്ക് എത്തിക്കുക. ഇത് തിരിച്ചറിയാതെ സ്വയം ഒരുങ്ങുന്ന മനുഷ്യരും നമ്മൾക്കിടയിലുണ്ട്. അപ്പോൾ അവരിലേക്ക് ഒന്ന് ശ്രദ്ധ ചെലുത്തിയാൽ എത്തിച്ചേരാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും ഇങ്ങനെ ചേർന്ന് നിൽക്കുന്ന പ്രവർത്തകർക്കായിരിക്കും. അപ്പോൾ അത്തരം ഒരു മാനസിക ആരോഗ്യത്തിൽ കൂടെ കേന്ദ്രീകരിക്കുന്ന ഒരു യൂണിറ്റുകൾ അല്ലെങ്കിൽ പ്രവർത്തകർ നമ്മുടെ അയൽപക്കങ്ങളിൽ അല്ലെങ്കിൽ അയൽ വീടുകളിൽ ഒരു കൂട്ടായ്മ ഉണ്ടാവുകയാണെങ്കിൽ അതും മാനസിക ആരോഗ്യം കൂടെ ശ്രദ്ധിച്ച് നമുക്ക് മുമ്പോട്ട് പോകാനായിട്ട് സാധ്യമായിട്ടുള്ള വഴികൾ ചെലുത്തുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അതിനോടൊപ്പം തന്നെ കുടുംബശ്രീ ബസാർ വളരെ ആക്റ്റീവായിട്ടുള്ളതാണ്. ഞാൻ ഉൾപ്പെടെ അവിടെ നിന്നുള്ള പ്രോഡക്റ്റുകൾ വാങ്ങുന്ന ഒരാളാണ്. ഇതിൻ്റെ വിപണന സാധ്യത കൂടെ കുറച്ചുകൂടെ വൈപുല്യമുള്ളാക്കിയാൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഇപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളുണ്ട്. സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെ മാർക്കറ്റിങ്ങിന്, അഡ്വർടൈസ്മെൻറ്റ്സിനും നമുക്ക് ഇവരുടെ സഹായം ഉപയോഗിക്കാവുന്നതാണ്. അതേപോലെ ആക്റ്റീവായിട്ടുള്ള സോഷ്യൽ മീഡിയ സെല്ലിംഗ് പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഇപ്പോൾ ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലെയുള്ള പ്ലാറ്റ്ഫോമുകളിലേക്കും ഈ പ്രോഡക്ട്സുകൾ കുറച്ചുകൂടെ ജനകീയമായി അതിൻ്റേതായ മാർക്കറ്റിംഗ് പരസ്യത്തോടു കൂടി എത്തുകയാണെങ്കിൽ വിപണന സാധ്യതയും വിപണന മൂല്യവും കൂടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനുള്ള സാധ്യതകളും സംഭവിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. മറ്റൊരു വിഷയം, എപ്പോഴും ജോലി സംബന്ധമായിട്ട് യാത്രകൾ ചെയ്യേണ്ട ഒരാളെന്നുള്ള നിലയ്ക്ക് നമ്മുടെ നാട്ടിൽ നേരിടുന്ന എല്ലാ വിഷയങ്ങളും നമ്മൾ കവർ ചെയ്ത് ഏറ്റവും ഭംഗിയായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴും ചെറിയൊരു വിഷമത്തോടെ പങ്കുവെക്കേണ്ട ഒരു വിഷയമാണ് നമ്മുടെ പബ്ലിക് ടോയ്ലറ്റ്സ് എന്ന് പറയുന്നത്. ആ ഒരു വിഷയം ഏറ്റവും ശ്രദ്ധേയകരമായിട്ടുള്ള രീതിയിൽ നമുക്ക് ഗൗരവമായിട്ടുള്ള രീതിയിൽ കൈകാര്യം ചെയ്ത്
മുമ്പോട്ട് വരാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ ടേക്ക് എ ബ്രേക്ക് ഒരു ബ്രേക്കിലാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് സംഭവിക്കാതെ ഇരിക്കട്ടെ. അവിടെയും നമുക്ക് ഈ നമ്മുടെ കൂടെ നിൽക്കുന്ന പ്രവർത്തകരുടെ വളരെ സാധാരണ രീതിയിൽ നമ്മളോട് അത്രയും സന്തോഷത്തോടു കൂടി സജീവമായിട്ട് ഒത്തുചേർന്ന് നിൽക്കാൻ ഉത്സാഹം കാണിക്കുന്ന സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെ ചേർത്ത് നിർത്തുകയാണെങ്കിൽ ഏറ്റവും മികച്ച രീതിയിൽ തന്നെ, ഏറ്റവും ഭംഗിയായ രീതിയിൽ തന്നെ അത് മുമ്പോട്ട് കൊണ്ടുവരാൻ സാധിക്കുമെന്ന് എനിക്ക് എല്ലാ പ്രതീക്ഷയുമുണ്ട്. അതിനുള്ളൊരു ശ്രമവും കൂടെ മുമ്പിലോട്ട് നമ്മൾ നോക്കിക്കാണുമ്പോൾ സംഭവിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. എൻ്റെ ഒരു എളിയ ചിന്തയിലുള്ള കുറച്ച് ആശയങ്ങളാണ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അതേപോലെ തന്നെ ഒരു വെബിനാർ എന്നുള്ള സാധ്യത കൂടെ നമുക്ക് സംഭവിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. ഡിജിറ്റലായി കഴിഞ്ഞു, നമ്മൾ ഡിജിറ്റൽ വിദ്യാഭ്യാസം നേടിക്കഴിഞ്ഞിരിക്കുന്നു, എല്ലാവരുടെയും കയ്യിൽ മൊബൈൽ ഫോൺസ് ഉണ്ട്. അപ്പോൾ ഈ വലിയ വീടുകളിൽ ഒറ്റപ്പെട്ട് സന്ധ്യകൾ വൈകുന്നേരങ്ങൾ സ്പെൻഡ് ചെയ്യുന്നു എന്നുള്ള സമയങ്ങൾ നമുക്ക് ഈ ഒരു യൂണിറ്റുകളുടെ അടിസ്ഥാനത്തിൽ ഒരു ശ്രദ്ധ ചെലുത്തി ഒരു വെബിനാർ അതാത് വിഷയങ്ങളിൽ സംഭവിപ്പിക്കാൻ സാധ്യമാണ് എങ്കിൽ പറഞ്ഞ പോലെ തന്നെ അവർക്ക് എൻഗേജ്ഡ് ആയിരിക്കാനും അവരിലേക്ക് പുതിയ ആശയങ്ങൾ, മാറുന്ന ലോകത്തിന്റെ കാര്യങ്ങൾ എത്താനുമുള്ളൊരു സാധ്യതയും അവർക്കും സംസാരിക്കാനുള്ളൊരു സ്പേസ് ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു സാധ്യതയുമായിട്ട് ഞാൻ കാണുകയാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ അവിടെ ആ ഒറ്റപ്പെട്ട വീടുകൾ ഒരു ഹോം സ്റ്റേ ആക്കി മാറ്റാനുള്ള സാധ്യത കൂടെ മുമ്പിലേക്ക് ശ്രമിക്കാവുന്നതാണ് എന്നെനിക്ക് തോന്നുന്നു. മറ്റൊരു വിഷയം സോളാർ പാനലുകൾ എന്നുള്ളതാണ്. സോളാർ പാനലുകൾ നമുക്ക് സ്വന്തം വീടുകളിൽ ചിലപ്പോൾ അഫോർഡ് ചെയ്യാൻ സാധിച്ചു എന്ന് വരില്ല. വളരെ സാധാരണക്കാരായിട്ടുള്ള വീടുകളിൽ ഒരു യൂണിറ്റുകളായി തിരിച്ച് ഒരു 2-3 വീടിൻ്റെ കീഴിൽ ഒരു സോളാർ യൂണിറ്റ് എന്നുള്ള രീതിയിൽ പ്രാവർത്തികമാക്കാൻ സാധിക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു ജോലി സാധ്യത അല്ലെങ്കിൽ വിപണന സാധ്യത, മറ്റ് സാധ്യതകൾ നമുക്ക് കണ്ടെത്താൻ ശ്രമിക്കാവുന്നതാണ് എന്നും എനിക്ക് തോന്നുകയാണ്. ഒരുപാട് സമയം കൈവരിക്കുന്നില്ല. ഈ ഒരു യഥാർത്ഥ സിറ്റിസൺ മാത്രമായിട്ട് നിൽക്കുന്ന എൻ്റെ കുറച്ച് വാക്കുകൾ കേൾക്കാനും അതൊരു വലിയ പ്ലാറ്റ്ഫോമിൽ ഇത്രയും ആളുകളുടെ മുമ്പിൽ സംസാരിക്കാനും സാധിച്ച ഈ ഒരു മാറിയ സാഹചര്യം, ഈ ഒരു സാധ്യത ഏറ്റവും സന്തോഷത്തോടു കൂടി നോക്കിക്കാണുകയാണ്. ഒരുപാട് അറിവുകളും ഒരുപാട് ആശയങ്ങളും പങ്കുവെക്കപ്പെടുന്ന ഈ ഒരു സദസ്സ്, ഇനി അങ്ങോട്ടുള്ള സദസ്സുകൾ എല്ലാം ഗംഭീരമാവട്ടെ. നമുക്കെല്ലാവർക്കും ഒത്തുചേർന്ന് മുമ്പോട്ട് നോക്കുമ്പോൾ വർഷങ്ങൾക്കപ്പുറം എല്ലാ ആശയങ്ങളിൽ നിന്ന് ഉൾത്തിരിഞ്ഞ് വന്നിട്ടുള്ള ഏറ്റവും മികച്ച തീരുമാനങ്ങളുമായിട്ട്, ഏറ്റവും ഗംഭീരമായിട്ട് ഒന്നായി, ഏറ്റവും സുന്ദരമായിട്ടുള്ള വിദേശികൾ അസൂയയോടെ നോക്കുന്ന ഒരു നാടായിട്ട്, ദൈവത്തിൻ്റെ സ്വന്തം നാടായിട്ട്, അകത്തും പുറത്തും സൗന്ദര്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു മണ്ണായിട്ട് നമുക്ക് മാറാൻ സാധിക്കട്ടെ എന്നും ആഗ്രഹിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു. പ്രിയപ്പെട്ടവരെ, കേരളത്തിലെ വകുപ്പുകൾ 2031 സീരിയസ് ആയിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതൊരു സന്തോഷകരമായ കാര്യമാണ്. അതിൽ എനിക്ക് തോന്നുന്നു ഇതിങ്ങനെ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ വകുപ്പുകളെ അതിൻ്റെ ഭരണത്തെ നോക്കിക്കാണുമ്പം 2031 കണ്ണുകൾ പായിക്കാൻ അർഹതയുള്ള ഒരു വകുപ്പാണ് ഈ വകുപ്പ് എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ എനിക്ക് തോന്നുന്ന കഴിഞ്ഞ കുറച്ച് കാലം കൊണ്ട് വളരെ ഫലപ്രദമായ രീതിയിൽ ഇടപെടാൻ ഈ വകുപ്പിന് പറ്റിയിട്ടുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജീവിച്ചു കൊണ്ടിരുന്ന ഒരു ജീവിതം 5 വർഷത്തിന് മുമ്പുള്ള ഒരു ജീവിതമല്ല നമ്മളിപ്പോൾ ജീവിക്കുന്നത്. അതിൽ സർക്കാരിൻ്റെ നേരിട്ടുള്ള ഇടപെടലുകൾ, നമ്മളുടെ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും കോർപ്പറേഷനുകളും നമ്മളുടെ ജീവിതത്തെ വളരെയേറെ ലഘൂകരിച്ചു എന്നുള്ളൊരു വസ്തുതയുടെ പിൻബലത്തോടു കൂടിയാണ് ഈ വകുപ്പ് 2031 നോക്കുന്നത് എന്നുള്ളത് വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. ഇതിൻ്റെ അകത്തത് നമ്മുടെ നാട്ടിൽ നടന്ന സാങ്കേതിക വിദ്യയുടെ പുരോഗതി നമ്മളുടെ ജീവിതത്തിലേക്ക് അനുഭവേദ്യമാക്കാനുള്ള വളരെയധികം നടപടികൾ ഈ സർക്കാർ സ്വീകരിക്കുകയുണ്ടായി, ഈ വകുപ്പ് സ്വീകരിക്കുകയുണ്ടായി. അത് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. ഈ ഒരു 10-15 വർഷം മുമ്പ് ഞാൻ കേരള സർക്കാരിലെ വളരെ സീനിയറായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനോട്, അദ്ദേഹം ഈ കെ സ്മാർട്ടിൻ്റെ ഒരു പ്രോട്ടോടൈപ്പ് അന്നത് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്, അദ്ദേഹം പറഞ്ഞു ഇത് നടക്കില്ല, കാരണം ഇത് ഉദ്യോഗസ്ഥന്മാർ തന്നെയാണ് ഇത് പാരവെച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നമ്മളൊരു ചെറിയ സർട്ടിഫിക്കറ്റിന് വേണ്ടി ചെല്ലുമ്പോഴാണ് ഏറ്റവും താഴെയുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് അവരുടെ അധികാരം കാണിക്കാനുള്ള ഒരു ചാൻസ് ഉണ്ടാവുക. അത് മറികടക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു ഈ സർക്കാരും അതിൻ്റെ ഒരു പൊളിറ്റിക്കൽ വിൽ അത് കാണിച്ചു. എനിക്ക് തോന്നുന്നു ഉദ്യോഗസ്ഥന്മാരും ഭരണകൂടവും ഒക്കെ അതിൻ്റെ ഒപ്പം നിന്നു. ഇപ്പം നമുക്ക് അങ്ങനെ അത് ഒരു വലിയ കടമ്പ കടന്നു കിട്ടി. സർക്കാരിൻ്റെ അടിസ്ഥാനപരമായ സേവനങ്ങൾ നമുക്ക്
ഫോണിൽ കിട്ടത്തക്ക വിധത്തിലേക്ക് മാറിയിട്ടുണ്ട്. ആ മാറ്റം വളരെ വലുതാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അത് സാധാരണഗതിയിൽ സംഭവിക്കുക എന്നുള്ളത് വളരെയധികം കാലമെടുത്ത് നടക്കുന്ന ഒരു കാര്യമാണ്. കേരളത്തിൽ അത് വളരെ പെട്ടെന്ന് നടന്നു എന്ന് വേണം വിചാരിക്കാൻ. അതിൽ ഈ വകുപ്പിനെയും ഈ വകുപ്പിൽ പ്രവർത്തിക്കുന്ന മന്ത്രി തുടങ്ങി ഏറ്റവും താഴെയുള്ള ആളുകളെ ഞാൻ അഭിനന്ദിക്കാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുകയാണ്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും അഭിമാനിക്കാം എന്ന് മാത്രമല്ല, നേരത്തെ നമ്മൾ വില്ലേജ് ഓഫീസിൽ പോയി അല്ല പഞ്ചായത്ത് ഓഫീസിൽ പോയി നിന്ന് ബഹുമാനം കാണിക്കുന്നതിന് പകരം സത്യത്തിൽ ഇന്നത്തെ LSGD ഡിപ്പാർട്ട്മെൻറ്റിനും ആ ഡിപ്പാർട്ട്മെൻറ്റിലെ ഓരോ ഉദ്യോഗസ്ഥരും മന്ത്രി അടക്കം എല്ലാവർക്കും അഭിമാനിക്കാം. ഞങ്ങൾ ജനസേവകരായ ഒരു വകുപ്പിൻ്റെ ഭാഗമാണ് എന്ന് അഭിമാനിക്കാൻ നിങ്ങൾക്ക് ന്യായമായും അവകാശമുണ്ട്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ബാക്കി ഈ വകുപ്പിനെ കുറിച്ചുള്ള സ്വപ്നങ്ങൾ നമ്മൾ സാധാരണ ഒരു മനുഷ്യൻ്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ ഉണ്ടാകുന്നത്. ഗവൺമെൻറ് നാട്ടുകാരുടെ ഗവൺമെൻറ് എന്ന രീതിയിലേക്ക് മാറാൻ ഈ വകുപ്പിന് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ അടുത്ത 5 വർഷത്തേക്ക് 2031 കേരളം 75 വയസ്സാകുമ്പോൾ എന്തായിരിക്കണം എന്നുള്ളതിൽ ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കാൻ നമുക്ക് ധൈര്യം നൽകുന്നത് ഈ വകുപ്പിൻ്റെ പ്രവർത്തനമാണ്, അതിൻ്റെ ചരിത്രമാണ്. ആ ചരിത്രം ഭാവിയിലേക്ക് നോക്കാൻ നമ്മളെ സഹായിക്കുന്നുണ്ട്. എനിക്ക് ഇപ്പം നമ്മൾ പൊതുവെ കേരളത്തിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചേഞ്ച് ഏജൻറ്റ് എന്ന് പറയുന്നത് കുടുംബശ്രീ തന്നെയാണ്. ഞങ്ങൾ എല്ലാവരും സംസാരിക്കുമ്പോൾ അതിൻ്റെ അകത്ത് വരാൻ സാധ്യതയുണ്ട്. കുടുംബശ്രീ ഗംഭീരമായ കാര്യങ്ങൾ ചെയ്യുന്നുള്ളതായി നമുക്ക് ആർക്കും സംശയമില്ല. ഞാൻ ആലോചിക്കുന്നത് കുടുംബശ്രീ ഇപ്പോൾ ഒരു ഗംഭീര ബ്രാൻഡായിട്ട് മാറിയിട്ടുണ്ട്. അതിന് സ്ത്രീകളുടെ സാമ്പത്തിക ശാക്തീകരണത്തിൽ വലിയ പങ്ക് വഹിക്കാൻ പറ്റിയിട്ടുണ്ടെന്നുള്ളതൊരു വസ്തുതയാണ്. പക്ഷെ നമ്മുടെ സാമൂഹ്യ അന്തരീക്ഷത്തെ എത്ര ഗുണകരമായി അത് ബാധിച്ചിട്ടുണ്ട്. ഈ സാമ്പത്തിക സ്വാശ്രയത്വം കൊടുക്കുന്ന രൂപത്തിൽ സാമൂഹ്യ സ്വാശ്രയത്വം കൊടുക്കാൻ, എംപവർമെൻറ്റ് നടത്താൻ കുടുംബശ്രീ കഴിഞ്ഞിട്ടുണ്ടോ എന്നെനിക്ക് സംശയമുണ്ട്. ഒരു സമൂഹം എന്ന നിലയ്ക്ക് കേരളം പിറകോട്ട് പോകുന്നതായിട്ടാണ് എൻ്റെ ഒരു നിരീക്ഷണം. നിങ്ങൾ എത്ര പേർ യോജിക്കും എന്നെനിക്കറിയില്ല. നവകേരളമല്ല നമുക്ക് വേണ്ടത്, നമ്മുടെ പഴയ സുന്ദര കേരളമാണ് എന്ന് കേരളത്തിൽ പറയാൻ മനുഷ്യർക്ക് പറ്റുന്നുണ്ട്. നമുക്കേതോ അതിഗംഭീരമായ ഒരു പാസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് നമ്മളെ പറഞ്ഞ് വിശ്വസിപ്പിക്കാനുള്ള ഒരു ശ്രമം വലിയ തോതിൽ നടക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അതിനെതിരെയുള്ള ഏറ്റവും വലിയ റെസിസ്റ്റൻസ് വരേണ്ടത് സ്ത്രീകളുടെ ഭാഗത്തു നിന്നാണ്. കാരണം ഈ പഴയ കാലത്തിലേക്ക് നമ്മൾ പോവുക എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ത്രീകളെ ഭീകരമായി ചൂഷണം ചെയ്യുന്ന, തളച്ചിടുന്ന ഒരവസ്ഥയിലേക്ക് പോവുക എന്നുള്ളതാണ്. അതിനെതിരെയുള്ള വീണ്ടും ഒരു ചേഞ്ച് ഏജൻ്റായിട്ട് കുടുംബശ്രീ മാറേണ്ടതുണ്ട് എന്നാണ് എൻ്റെ അഭിപ്രായം. ഞാൻ ഒരിക്കൽ ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ രാജേഷിനോട് അത് പറഞ്ഞു. ശ്രീമതി സുധാ മേനോൻ്റെ ചരിത്രം അദൃശ്യമാക്കിയ മുറിവുകൾ എന്ന പുസ്തകം വന്നപ്പോൾ ഞാനത് എന്നെ സംബന്ധിച്ചത് നിന്ന നിപ്പിൽ മനുഷ്യരുടെ ജീവിതം ലോകത്തിൽ, അത് അഫ്ഗാനിസ്ഥാനിൽ, ശ്രീലങ്കയിൽ, ബംഗ്ലാദേശിൽ, ഇവിടെയൊക്കെ അന്തസ്സായി ജീവിച്ചു കൊണ്ടിരുന്ന മനുഷ്യർ ഏതൊക്കെയോ കാരണങ്ങൾ കൊണ്ട് നിന്ന നിൽപ്പിൽ അവരുടെ ജീവിതം മാറിപ്പോയി. നമ്മളുടെ നാട്ടിലെ സ്ത്രീകൾ ഇത് മനസ്സിലാക്കേണ്ടതുണ്ട്. നമ്മൾ ഇന്ന് നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടുണ്ടാക്കിയെടുത്തതാണ്. അത് മുമ്പോട്ട് കൊണ്ടുപോകണാൻ അത് നമ്മൾ നിലനിർത്തേണ്ടതുണ്ട്, അത് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. ആ പുസ്തകത്തിലെമ്പാടും നമ്മൾ കാണുന്നത് സ്ത്രീകൾ നിന്ന നിപ്പിൽ അവർ അടിമകളായി പോകുന്ന അവസ്ഥയാണ്. ആ അവസ്ഥയ്ക്കെതിരെയുള്ള ഒരു വാക്സിനേഷനായിട്ട് അത് മാറേണ്ട കുടുംബശ്രീ ഞാൻ കാണുന്നത് ഏറ്റവും മികച്ച ഒരു ടൂളായിട്ടാണ്. ഏറ്റവും ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ സാംസ്കാരിക മുന്നേറ്റത്തിനുള്ള ഒരു ടൂള് കൂടിയായിട്ട് കുടുംബശ്രീ മാറേണ്ടതുണ്ട്. ഞാൻ പറയുകയാണെങ്കിൽ ഏറ്റവും ചെറിയ കാര്യം എന്നുള്ളത് കുടുംബശ്രീ ലൈബ്രറികൾ തുടങ്ങേണ്ടതുണ്ട്, കുടുംബശ്രീ വായന പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ട്, കുടുംബശ്രീ നമ്മുടെ ചരിത്രം പഠിപ്പിക്കേണ്ടതുണ്ട്. എങ്ങനെയായിരുന്നു 100 വർഷം മുമ്പ് കേരളത്തിൽ വൈക്കത്ത് സത്യാഗ്രഹം നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തായിരുന്നു അവിടെ ആഗ്രഹം? മനുഷ്യർക്ക് വഴി നടക്കണമെന്നുള്ളത്. വഴി നടക്കുക എന്നുള്ളതൊരു അവകാശമായി നമുക്ക് കിട്ടിയത് നമ്മൾ സമരം ചെയ്തിട്ടാണ് എന്ന് മനുഷ്യർ മനസ്സിലാക്കേണ്ടതുണ്ട്. ആ ചരിത്രത്തെക്കുറിച്ചുള്ള ബാധ്യതയില്ലാത്ത മനുഷ്യർ, ധാരണയില്ലാത്ത മനുഷ്യർ നമുക്കൊരു ബാധ്യതയായിട്ട് മാറും. അതുകൊണ്ട് കുടുംബശ്രീ അങ്ങനെ ഒരു മിഷനിലേക്ക് കൂടി മാറണം എന്നുള്ള ആഗ്രഹം എനിക്കുണ്ട്. കുടുംബശ്രീയിൽ ഇപ്പോൾ ജോലി ചെയ്യുന്ന ഒരു കുടുംബശ്രീ അംഗത്തിൻ്റെ മകൾ ഈ ഒരു ബ്രാൻഡ് എന്ന നിലയ്ക്ക് ഇപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബ്രാൻഡുകളൊന്നായി കുടുംബശ്രീ മാറിയിട്ടുണ്ട്. ഇപ്പോൾ കുടുംബശ്രീയിലുള്ള ഒരു അംഗത്തിൻ്റെ മകൾ, അവൾ ഒരു IIMയിൽ നിന്നൊരു MBA എടുത്ത് വന്നു കഴിഞ്ഞാൽ അവൾക്ക് എന്ത് ജോലിയാണ് കൊടുക്കാൻ കുടുംബശ്രീക്കുള്ളത് എന്ന് കുടുംബശ്രീ ആലോചിക്കണം. നമുക്ക് ഗ്ലോബൽ ലെവലിലേക്ക് ഈ ബ്രാൻഡിനെ മാറ്റാൻ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം കുടുംബശ്രീ ആലോചിക്കണം എന്നെനിക്കൊരാഗ്രഹമുണ്ട്.
വേസ്റ്റ് മാനേജ്മെൻറ്റിൽ എനിക്ക് തോന്നുന്നു ഈ ഡിപ്പാർട്ട്മെൻറ്റ് കേരളത്തിലെ ഏത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഏത് പെർഫോമൻസ് ക്രൈറ്റീരിയ എടുത്താലും ഏറ്റവും ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് ഈ സർക്കാർ ചെയ്തിട്ടുണ്ട്. ശ്രീ സന്തോഷ് ജോർജ് കുളങ്കരയ്ക്ക് കുറച്ച് കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു ലോകത്തിലെ ഏത് സഞ്ചാരിയും കേരളത്തിലേക്ക് വിളിക്കാൻ പറ്റുന്നൊരവസ്ഥയാണ്. ഞാൻ ബ്രഹ്മപുരം, ഞാൻ താമസിക്കുന്ന തൊട്ടടുത്താണ്. ബ്രഹ്മപുരത്ത് മാലിന്യം കത്തിയപ്പോൾ സത്യത്തിൽ ഞങ്ങൾക്ക് സർക്കാരിനെ എമ്പാടും ചീത്ത പറഞ്ഞിട്ടുണ്ട്. അന്ന് ശ്രീ എം പി രാജേഷ് പറഞ്ഞത് ഞങ്ങളൊരു അവസരമാക്കി എടുക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ കാണുന്ന ബ്രഹ്മപുരം മാത്രമല്ല, കേരളത്തിൽ ഏകദേശം 23-24 വേസ്റ്റ് ഡമ്പുകൾ. അതിൻ്റെ അകത്ത് നിന്ന് ഇപ്പോൾ ഇതിനകം തന്നെ അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത് കുറേ എനിക്ക് തോന്നുന്നു അത് ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. 129 ഏക്കറോമീറ്റർ അവർ ഇതിനകം റിട്രീവ് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ ഗംഭീരമായിട്ടുള്ള ഒരു മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതൊരു ശീലമാക്കി എടുക്കുക എന്നുള്ളതാണ് ഇനി എനിക്ക് തോന്നുന്നു ഈ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളി. അതായത് വേസ്റ്റ് ഡമ്പുകൾ വൃത്തിയാക്കിയെടുത്താൽ ഇങ്ങനെ വേസ്റ്റ് ഡമ്പുകൾ ഉണ്ടാക്കാതിരിക്കാനുള്ള ഒരു ശീലം മനുഷ്യരിലേക്ക് പകരുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ട് എനിക്ക് തോന്നുന്നു. പിന്നെ ഈ സർക്കാരിൻ്റെ ഒരു വലിയ പരാജയമായിട്ട് ഞാൻ കാണുന്ന കാര്യം നമ്മുടെ തെരുവ് നായ്ക്കളെ നിയന്ത്രിക്കുന്ന കാര്യത്തിലാണ്. അതിലെനിക്ക് ഈ സർക്കാരിനോട് വലിയ പരാതിയുണ്ട്. അത് പരാതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ മകൾ രാവിലെ എണീറ്റ് സ്കൂളിലേക്ക് പോകുമ്പോൾ അവൾക്കൊരു 500 മീറ്റർ നടന്നാൽ അവളുടെ സ്കൂൾ ബസ് എത്തും. സത്യത്തിൽ എനിക്ക് പേടിയാണ്. ഞാൻ ചെന്നൈയിൽ ജോലി ചെയ്യുന്ന ആളാണ്. പകുതി അവിടെയും പകുതി ഇവിടെയായിട്ടാണ് ജോലി ചെയ്യുന്നത്. ഞാനുള്ള ദിവസങ്ങളിലൊക്കെ ഞാനാണ് അവളെ കൊണ്ടുപോയി വിടുന്നത്. എനിക്കൊരു കാറുള്ളത് കൊണ്ട് എനിക്ക് അവൾ പോകുന്ന സമയത്ത് പേടിക്കേണ്ടതില്ല. പക്ഷെ ബൈക്കിലാണ് പോകുന്നതെങ്കിൽ നടന്നു പോകുന്ന ഒരു പെൺകുട്ടി, ഒരു കുട്ടിയുടെ അച്ഛനും അമ്മയ്ക്കും കേരളത്തിൽ ആധിയുണ്ട്. അതിന് ഈ വിഷയം സർക്കാരിനറിയാം, സർക്കാരിലിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കറിയാം. അവർ നിയമപരമായ കാര്യങ്ങൾ നമ്മളോട് പറയാറുണ്ട്. പക്ഷേ പ്രശ്നം, നമ്മൾ ഇംഗ്ലീഷിൽ ഒരു പ്രയോഗമുണ്ട്, വാട്ട് എവർ ഇറ്റ് ടേക്സ്. എന്തെന്ന് വെച്ചാൽ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. നിയമപരമായ പ്രശ്നമുണ്ട് എന്നെനിക്ക് മനസ്സിലാവും. പക്ഷേ ഇപ്പം എനിക്കൊന്ന് സുപ്രീം കോടതിയുടെ ഒരു ഉത്തരവ് വന്നിരുന്നു ഇതിനെല്ലാം പിടിച്ചകത്തേക്ക് ഇടാൻ വേണ്ടി. ഇതൊരു പ്രാക്ടിക്കലൊരു പ്രോബ്ലം. നമ്മുടെയൊക്കെ പലരുടെയും വീട്ടിൽ നായ്ക്കളുണ്ട്. ഈ നായ്ക്കളൊക്കെ നമ്മുടെ ഓമന മൃഗങ്ങളാണ്. എനിക്കും ആ കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ ഈ തീരുമാനമെടുക്കുന്ന വലിയ ഉദ്യോഗസ്ഥന്മാരുടെയും ഈ ജഡ്ജിമാരുടെയും ഒക്കെ വീട്ടിലുള്ള നായ്ക്കളുടെ രൂപമാണ് അവർ തെരുവ് നായ്ക്കളിലും കാണുന്നത്. ഇത് തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് എന്നുള്ള കാര്യം അവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. എനിക്ക് സത്യത്തിൽ ആധിയാണ് ഇപ്പോഴും. എൻ്റെ മകൾ രാവിലെ പോകുമ്പോൾ അവൾ പോകുന്ന വഴിക്ക് മുഴുവൻ നായ്ക്കളുണ്ട്. ഇത് നായ്ക്കൾ കടിച്ചാൽ മരിക്കുന്ന ഒരവസ്ഥ ഇപ്പോഴും കേരളത്തിലുണ്ട്. കാരണം അതിന് വൈദ്യശാസ്ത്രത്തിൻ്റെ പരിമിതികളുണ്ട്. ഒരു കുട്ടിയെ കടിച്ചു, അവൾ വീണു, അവളുടെ മുഖത്ത് കടിച്ചാൽ ആ കുട്ടിക്ക് രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. അതൊരു വലിയ പ്രശ്നമായിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. എന്താണ് അതിൻ്റെ പരിമിതി എന്ന് എനിക്കറിയില്ല. ഏത് ലെവലിലേക്കും നിയമപരമായോ രാഷ്ട്രീയപരമായോ ഇതിനൊരു അറുതി വരുത്തിയേ പറ്റൂ. കേരളത്തിന് പണം കിട്ടാതെ വരുമ്പം ഡൽഹിയിൽ പോയി സത്യാഗ്രഹം ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഞാൻ പറയും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി ഡൽഹിയിൽ പോയി സത്യാഗ്രഹം ഭരിക്കണമെന്ന് ഞാൻ പറയും. ഇതിനൊരു വ്യത്യാസം ഉണ്ടായേ പറ്റും. നമ്മളുടെ കുഞ്ഞുങ്ങൾ പേപ്പട്ടി കടിച്ച് മരിക്കുന്ന ഒരു സംസ്ഥാനം എന്നുള്ളത് നമുക്കൊരു വലിയ നാണക്കേടാണ്. ഇതിന് എളുപ്പ വഴിയിലുള്ളൊരു ക്രിയ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ നമ്മളുടെ എല്ലാവിധ റിസോഴ്സസും നമ്മൾ ഉപയോഗിക്കേണ്ടതുണ്ട്. നിയമപരമായ, ഭരണപരമായ, രാഷ്ട്രീയമായ, വാട്ട് എവർ ഇറ്റ് ടേക്സ് നമുക്കിതിനൊരു പരിഹാരം കണ്ടേ പറ്റൂ. എങ്ങനെയാണ് കുഞ്ഞുങ്ങൾ പട്ടി കടിച്ച് മരിക്കുന്ന അവർക്ക് പേബാധ വന്ന് മരിക്കുന്ന ഒരു നാടായിട്ട് കേരളം നിലനിൽക്കുക എന്നുള്ളത് ബാക്കി ഏത് കാര്യത്തിലും നമ്മൾ എവിടെയൊക്കെ എത്തിയാലും നമ്മുടെ ടെലിഫോണിൽ നമ്മൾ എല്ലാ സർട്ടിഫിക്കറ്റുകളും നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുത്താലും എൻ്റെ കുഞ്ഞിൻ്റെ ആരോഗ്യത്തിൽ, അവളുടെ ജീവൻ്റെ കാര്യത്തിൽ എനിക്ക് ഗ്യാരണ്ടി ഇല്ലെങ്കിൽ പിന്നെ ഇതിലൊന്നും എനിക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ കാര്യത്തിൽ എങ്ങനെ പരിഹാരം ഉണ്ടാകും എന്ന് എനിക്കറിയില്ല. അതിന് പരിഹാരങ്ങൾ ഉണ്ടായേ പറ്റൂ. വാട്ട് എവർ ഇറ്റ് ടേക്സ്, അതാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഈ സർട്ടിഫിക്കറ്റുകളുടെ കാര്യത്തിൽ ഒരു കാര്യം കൂടി, 2031 കുറച്ച് കഴിയുമ്പോൾ, ഇതും എന്നോട് വലിയൊരു ഉദ്യോഗസ്ഥൻ പറഞ്ഞതാണ്, ഈ സർട്ടിഫിക്കറ്റിൻ്റെ അധികം ഉപഭോക്താക്കൾ സർക്കാരുകൾ തന്നെയാണ്. ഈ സർക്കാർ എന്തിനാണ് നമ്മളെ കൊണ്ട് ഈ സർട്ടിഫിക്കറ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് ഇത് തന്നെ അപ്ലോഡ് ചെയ്യിക്കുന്ന ഒരവസ്ഥ? ഇതിന് റെപ്പോസിറ്ററി ഉണ്ടാക്കി ഒരു പൗരനെന്ന നിലയ്ക്ക് ഞാൻ എൻ്റെ പേരും ടെലിഫോൺ നമ്പറും പറഞ്ഞാൽ ഈ സർട്ടിഫിക്കറ്റുകളൊക്കെ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് തന്നെ അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്ന ഒരു സമ്പ്രദായം ഉണ്ടാക്കാൻ പറ്റത്തില്ലേ? കുറച്ച് കഴിയുമ്പോൾ അത് സാധിക്കും എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ദാറ്റ്സ് എമിനൻ്റ്ലി പോസിബിൾ, അത് നടക്കുന്ന കാര്യമാണ്. ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ LSTD എന്ന് പറയുന്നത് പ്രവർത്തിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ് എന്ന് കഴിഞ്ഞ 5 വർഷം കൊണ്ട് എനിക്ക് പരിപൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ടാണ്. നിങ്ങൾക്കത് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് ഈ പരിമിതമായ ആവശ്യങ്ങൾ
അവതരിപ്പിക്കാനാണ് ഞാൻ ഈ അവസരം ഉപയോഗിക്കുന്നത്. കേട്ടിരുന്നതിന് നന്ദി. താങ്ക്സ്. ബഹുമാനപ്പെട്ട മന്ത്രി, വകുപ്പ് മേധാവികൾ, മറ്റ് ഉദ്യോഗസ്ഥരെ, ജനപ്രതിനിധികളെ, ആദ്യം തന്നെ ഇത്തരമൊരു പരിപാടിക്ക് ക്ഷണിച്ചതിൽ ഞാൻ വ്യക്തിപരമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. സർക്കാരിനെതിരായിട്ടുള്ള വിമർശനം പറയാൻ ക്ഷണിക്കുക എന്ന് പറയുന്നത് തന്നെ എൻ്റെ അനുഭവത്തിൽ വളരെ അപൂർവം സംഭവിക്കുന്ന കാര്യമാണ്. തീർച്ചയായിട്ടും വിമർശനവും നിർദ്ദേശവും ഒരു സാധാരണ സിറ്റിസൺ എന്നുള്ള നിലയ്ക്കും അഭിഭാഷകൻ എന്ന നിലയ്ക്ക് ഞാൻ അനുഭവിച്ച ചില പ്രശ്നങ്ങളും ചൂണ്ടിക്കാണിക്കാൻ ശ്രമിക്കുകയാണ്. ഇവിടെ മറ്റ് 3 പാനലിസ്റ്റുകളും പറഞ്ഞ മിക്ക കാര്യങ്ങളോടും 90% കാര്യങ്ങളോടും യോജിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അവരുടെ നിർദ്ദേശങ്ങൾ നല്ലതാണെന്ന് പറഞ്ഞുകൊണ്ട് അത് റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ ഞാൻ ശ്രമിക്കാം. ഒന്ന്, കഴിഞ്ഞ 5 വർഷക്കാലത്തെ സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ വകുപ്പിൻ്റെ ഒരു നേട്ടത്തിൻ്റെ വ്യക്തിഗതമായ ഗുണഫലം അനുഭവിച്ച ഒരാളാണ് ഞാൻ എറണാകുളം താമസിച്ചതിന് ശേഷം 12-13 വർഷം താമസിച്ചതിന് ശേഷം ഞാനൊരു ഫ്ലാറ്റ് വാങ്ങിച്ചു. ഈ ഓഗസ്റ്റ് മാസം 27-ാം തീയതി അത് പഴയ ഉടമയുടെ പേരിൽ നിന്ന് എൻ്റെ പേരിലേക്ക് മാറ്റിയതിൻ്റെ ബിൽഡിംഗ് ടാക്സ് അടയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു അപേക്ഷ, അപ്പോഴാണ് പറയുന്നത് കെ-സ്മാർട്ട് വഴി മാത്രമേ അപേക്ഷ സ്വീകരിക്കൂ. അപ്പോൾ എനിക്ക് കെ-സ്മാർട്ട് എടുക്കുന്നതിനൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, കാരണം ഞാൻ ആധാർ എടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനൊരു 4 മാസം സമയം ചോദിച്ചിരുന്നു ഈ ആധാർ എടുത്ത് ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട്. ഞാൻ കുറേ പരാതിയൊക്കെ പറഞ്ഞതാണ്, ആധാറുമായിട്ട് ലിങ്ക് ചെയ്യുന്നതൊക്കെ. ഏതായാലും അത് ലിങ്ക് ചെയ്തു, മറ്റാവശ്യങ്ങൾക്ക് വേണ്ടി അത് വേണ്ടി വന്നു, പ്രാക്ടീസ് അവസാനിപ്പിക്കേണ്ട സ്ഥിതി വന്നു ആധാർ ഇല്ലാത്ത ആളുകൾ. അതുകൊണ്ട് ആധാർ എടുത്തു, ഞാൻ കെ-സ്മാർട്ടുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തു. അങ്ങനെ 27-ാം തീയതി ഉച്ചയ്ക്ക് ശേഷമാണ് ഞാനൊരു അപേക്ഷ കൊടുക്കുന്നത്. 29-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം അത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റി. ഏതാണ്ട് 48 മണിക്കൂറിനുള്ളിൽ അത് എൻ്റെ പേരിൽ കരമടച്ച് കിട്ടി എന്നുള്ളത് വ്യക്തിഗതമായിട്ടൊരു നേട്ടം. അപ്പം ഞാൻ അന്വേഷിച്ചപ്പോൾ ആരും അങ്ങനെ ഇതിനു വേണ്ടി പുറകെ നടക്കുന്നില്ല, ഇത്തരത്തിൽ വളരെ ഈസി ആയിട്ട് നടക്കുകയാണ്. അതൊരു വലിയ നേട്ടം തന്നെയാണ്. കാരണം ഞാൻ കൊച്ചിൻ കോർപ്പറേഷൻ്റെ ഓഫീസ് കണ്ടിട്ടില്ല, അങ്ങോട്ട് പോയിട്ടേ ഇല്ല. രണ്ടാമത്തെ കാര്യം, ഈ വകുപ്പിലുണ്ടായ പ്രധാനപ്പെട്ട ഒരു വ്യത്യാസം കാഴ്ചപ്പാടിലുണ്ടായ മാറ്റമാണ്. പഞ്ചായത്ത് രാജ് ആക്ടിൻ്റെ 233 ഭേദഗതി ചെയ്തിട്ട് വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും ഈ ലൈസൻസിങ്ങിനെ സംബന്ധിച്ചുള്ള ഒരു മനോഭാവത്തിൻ്റെ മാറ്റത്തിൻ്റെ പ്രശ്നമുണ്ടായിരുന്നു. പഞ്ചായത്തുകൾക്കുണ്ടായിരുന്ന അധികാരം എടുത്തു കളഞ്ഞു, അത് പഞ്ചായത്ത് സെക്രട്ടറിമാരിലേക്ക് ചുരുങ്ങുന്ന സ്ഥിതി വന്നു. റിജക്ഷൻ പറ്റാത്ത സ്ഥിതി വന്നു. പഞ്ചായത്തുകൾക്ക് ലൈസൻസ് കൊടുക്കാൻ മാത്രമേ പറ്റുള്ളൂ, റിജക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊരു സ്ഥിതി വന്നു. സത്യത്തിൽ അത് പഞ്ചായത്ത് രാജ് ആക്ടിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾക്ക് എതിരാണോ എന്ന് ചോദിച്ചാൽ എതിരാണ് എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം. പക്ഷേ കേരളത്തിൻ്റെ സാഹചര്യത്തിൽ പഞ്ചായത്ത് ഭരണസമിതിക്ക് അതിന് മുകളിൽ അപ്പീൽ അധികാരം കൊടുത്തിട്ടുള്ളത് കൊണ്ട് അത് അമെൻമെൻറ്റ് വന്നതിന് ശേഷം നിക്ഷേപങ്ങളോടുള്ള മാറ്റം, പഞ്ചായത്തുകളുടെ മാറ്റം വളരെ പ്രകടമായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു ഓൺട്രപ്രണർ ഒരു പഞ്ചായത്തിലേക്കോ മുനിസിപ്പാലിറ്റിയിലേക്കോ വന്നാൽ ലൈസൻസിങ് കൊടുക്കേണ്ട ഒന്നാണ്, തടഞ്ഞു വെക്കേണ്ട ഒന്നല്ല എന്നൊരു മനോഭാവ വ്യത്യാസം ഉണ്ടായിട്ടുണ്ട്. എക്സംഷൻസ് ഒരുപാടുണ്ട്. ഇപ്പോൾ പല ജില്ലകളിലും പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥർ തന്നെ, മറ്റ് നമ്മുടെ കക്ഷികൾ തന്നെ പലപ്പോഴും ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോഴും മനോഭാവം മാറാത്ത ആളുകൾ ഉണ്ട്. ഈ സദസ്സിൽ തന്നെ ഇരിക്കുന്ന പലരും എന്നോട് പരാതിപ്പെട്ടിട്ടുണ്ട്. പല സ്ഥലത്തും ഇരിക്കുന്ന ആളുകൾക്ക് പുതിയൊരു നിക്ഷേപകൻ ആ പഞ്ചായത്തിലേക്ക് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലേക്ക് വന്നാൽ തൻ്റെ ഒരു ശതമാനം റിസ്ക് ആയിരിക്കും ചിലപ്പോൾ ആ ലൈസൻസ് പ്രോസസ്സിങ്ങിന് വേണ്ടി എടുക്കേണ്ടി വരിക. അതെടുക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം ഇത് വെച്ച് വൈകിപ്പിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. ഇപ്പൊ അതിനും പരിഹാരമായി എന്നുള്ളതാണ് പുതിയ ആപ്പിന്റെ പ്രത്യേകത. 5 വർഷത്തേക്ക് ലൈസൻസ് വ്യാപിപ്പിച്ചു. ഞാൻ ഒരു ഉദാഹരണം പറയാം ഇതിന്റെ മെച്ചം. 1 വർഷത്തിൽ ലൈസൻസ് പുതുക്കേണ്ട കാലഘട്ടത്തിൽ 2011-12 കാലത്ത് കേരള ഹൈക്കോടതിയിലെ കേസുകളുടെ ലിസ്റ്റ് നിങ്ങൾ പരിശോധിച്ച് നോക്കുക. ഈ ലൈസൻസ് പുതുക്കാൻ 2013-14, 14-15, 15-16 ഈ വർഷങ്ങളിൽ കേരള ഹൈക്കോടതിയിൽ പഞ്ചായത്തുകളെ കക്ഷി ചേർത്ത് കൊടുത്ത കേസുകൾ ഏതാണ്ട് 4000-ലധികം വരുമെന്നാണ് എൻ്റെ കണക്ക്. ഏതാണ്ട് 20 കോടി രൂപയാണ് ഞങ്ങൾ അഭിഭാഷകർക്ക് പഞ്ചായത്തുകൾ ഈ ഇനത്തിൽ ഫീസായിട്ട് തന്നിട്ടുള്ളത്. എന്നിട്ട് എല്ലാ ലൈസൻസും പുതുക്കാൻ ഹൈക്കോടതി പറയും, കാരണം പുതുക്കാതിരിക്കാൻ വേറെ കാരണമൊന്നുമില്ല. ഇന്നിപ്പോ ഇത് 5 വർഷം കൂടുമ്പോൾ പോയാൽ മതി ഓൺട്രപ്രണറെ സംബന്ധിച്ചിടത്തോളം, പുതുക്കിയില്ലെങ്കിൽ. ഇത് ഈ ഇനത്തിൽ, അതായത് ഹൈക്കോടതിക്കുണ്ടായ ലാഭം എന്ന് പറഞ്ഞാൽ ഇത്രയധികം ലിറ്റിഗേഷൻസ് എല്ലാ വർഷവും അനാവശ്യമായി വരുന്നത് പുതുക്കി കിട്ടണമെന്ന ഒറ്റ ലൈനിൽ ഡിസ്പോസ് ചെയ്യപ്പെടുന്ന റിട്ട് പെറ്റീഷൻസിന്റെ എണ്ണം ചുരുങ്ങിയ വഴി എന്തുമാത്രം കേസുകളാണ് കുറഞ്ഞത് എന്നുള്ളതും ഈ ഇനത്തിൽ പൈസ എത്രയാണ് പഞ്ചായത്തുകൾ ലാഭിച്ചതെന്നുള്ളതും പരിശോധിച്ചാൽ ഒരു റിപ്പോർട്ട് ലഭ്യമാണ്. ഞാൻ അതിന്റെ വിക്ടിമാണ്. കാരണം ഞാൻ 14-15 ഇഷ്ടംപോലെ കാശുണ്ടാക്കിയ ഒരാളാണ്. ഒരുപാട് പഞ്ചായത്തുകളിൽ ഞാൻ കേസ് ഫയൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പൊ നമ്മളെ തേടി എല്ലാ വർഷവും അങ്ങനെ ആളുകൾ വരുന്നില്ല. അടുത്ത ഒരു സംഗതി ഈ പ്ലാസ്റ്റിക് മാലിന്യത്തെ സംബന്ധിച്ചും മാലിന്യ നിർമ്മാർജ്ജനത്തെ സംബന്ധിച്ചുമാണ്.
പരിസ്ഥിതി പ്രവർത്തനങ്ങളിൽ ഒരു 2015 വരെയൊക്കെ നിരന്തരമായി എല്ലായിടത്തും പോകുമ്പോൾ നമ്മൾ ഒരു വേദി പോയാൽ ആദ്യം കാണുന്നത് പ്ലാസ്റ്റിക് കുപ്പിയാണ്. അപ്പം അതിനെതിരെ പറയുന്ന ഒരാളായിരുന്നു ഞാൻ. എൻ്റെ ഒരു സന്തോഷം, കുറച്ചു കാലമായിട്ട് ഞാൻ ഏത് വേദിയിൽ പോയാലും ഏത് സദസ്സിലിരുന്നാലും ബഹുമാന്യനായ മന്ത്രി പങ്കെടുക്കുന്ന പരിപാടിയാണെങ്കിൽ അദ്ദേഹം ഈ പ്ലാസ്റ്റിക് കുപ്പിയെ പറ്റിയും പ്ലാസ്റ്റിക് മാലിന്യത്തെ പറ്റിയും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഞങ്ങൾ പല പരിപാടികളിലും പങ്കെടുത്തപ്പോൾ അദ്ദേഹം സംഘാടകരോട് തന്നെ പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഒരു ഹെഡ് മാഷെ പോലെ ഒരു സർക്കാർ ഇറങ്ങിയ ആളുകളോട് പ്ലാസ്റ്റിക് കുപ്പി ഉപയോഗിക്കരുത്, 1/2 ലിറ്ററിൽ താഴെയുള്ള വെള്ളം കൊടുക്കരുത്, ഇത് നിയമവിരുദ്ധമാണ്. ഇത് സർക്കാരിന്റെ ഒന്നാമത്തെ പ്രയോറിറ്റിയിൽ വന്നു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു 10-15 വർഷക്കാലം കേരളത്തിൽ ഇത് പറഞ്ഞ് നടന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശ്വാസമായിട്ടുള്ള കാര്യമാണ്. എൻ്റെ ഒരു അഭ്യർത്ഥന, ഈ മേഖലയിൽ കേസെടുക്കാനുള്ള വകുപ്പ് അവിടെ തന്നെ കിടക്കുന്നുണ്ട്, അത് ആരും ചെയ്യുന്നില്ല. 5-8 വർഷക്കാലം സർക്കാർ നിരന്തരമായി പറഞ്ഞിട്ടും പ്ലാസ്റ്റിക് കുപ്പി വലിച്ചെറിയുന്നവനോട് ഇനി, അല്ലെങ്കിൽ മാലിന്യം വലിച്ചെറിയുന്നവരോട് ഇനി ഒരു തരത്തിലുള്ള സമവായവും പാടില്ല. എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ടിന്റെ സെക്ഷൻ 19 അനുസരിച്ചുള്ള ഒഫൻസ് എടുക്കാൻ പഞ്ചായത്ത് സെക്രട്ടറിമാരും മുനിസിപ്പൽ സെക്രട്ടറിമാരും തയ്യാറാവണം. കൊച്ചിയിലെ ഒരു ഗായകന്റെ വീട്ടിൽ നിന്ന് വലിച്ചെറിഞ്ഞൊരു മാലിന്യത്തിൽ അദ്ദേഹം തന്നെ, ശ്രീ MG ശ്രീകുമാർ നേരിട്ടെത്തി അദ്ദേഹം തന്നെ അത് ഏറ്റുപറഞ്ഞ ആ ശിക്ഷ ഏറ്റുവാങ്ങിയ ഒരു നടപടി വളരെ ശ്ലാഘനീയമായ നടപടിയാണ്. അത്തരം നടപടികൾ കേരളത്തിൽ ഉടനീളം തുടരുകയും ചൂണ്ടിക്കാണിക്കുന്ന ആളുകൾക്ക് പണം ഉൾപ്പെടെ അതിന്റെ പാരിതോഷികം ഉൾപ്പെടെ കൊടുക്കുന്ന നടപടി തുടരുകയും ചെയ്യുക, അതൊരു വളരെ നല്ല ഇനിഷ്യേറ്റീവാണ്. ഈ കാര്യം മറ്റ് കാര്യങ്ങളിൽ കൂടി, അതായത് അനധികൃത ഫ്ലക്സ് ബോർഡുകൾ ഉൾപ്പെടെ അനധികൃതമായിട്ടുള്ള മറ്റ് കയ്യേറ്റങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന ആളുകൾക്കും ഈ പാരിതോഷികം എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് വളരെ നല്ല കാര്യമാണ്. അടുത്തത്, ഇത് നല്ല കാര്യങ്ങൾ എൻ്റെ ശ്രദ്ധയിൽ വന്ന കാര്യമാണ്. ഇത് നിർദ്ദേശങ്ങളുള്ളത്, നമ്മൾ പഞ്ചായത്തിന്റെ പ്ലാനും അല്ലെങ്കിൽ ഭാവിയും പറയുമ്പോൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ പഞ്ചായത്തുകളെ പറ്റിയുള്ള കോൺസ്റ്റിറ്റ്യൂഷന്റെ സ്കീം മറന്നുകൊണ്ട് നമ്മൾ ഒരു കാര്യവും ആലോചിക്കാൻ പാടില്ല ഭാവിയിലായാലും. 243G ആണ് പഞ്ചായത്തുകളുടെ അധികാരത്തെ സംബന്ധിച്ചുള്ള 11ാമത്തെ ഷെഡ്യൂളിൽ പറയുന്നത്. ഈ 11ാമത്തെ ഷെഡ്യൂളിൽ പറയുന്ന പല വകുപ്പുകൾ, പല സബ്ജക്റ്റുകളും ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നത് മറ്റു പല ഇൻഡിപെൻഡന്റ് വകുപ്പുകളാണ്. ഫിഷറീസ് ആയാലും അഗ്രികൾച്ചർ ആയാലും ഇറിഗേഷൻ ആയാലും അനിമൽ ഹസ്ബൻഡറി ആയാലും ഇതൊക്കെ മറ്റു വകുപ്പുകളാണ് ചെയ്യുന്നത്. നമ്മൾ ഒരു വശത്തുകൂടി പഞ്ചായത്തുകളിലൂടെ ഇത്തരം സ്കീമുകൾ നടപ്പാക്കുമ്പോൾ തന്നെ ഇതത് ഡിപ്പാർട്ട്മെന്റുകളും ഇത്തരം സ്കീമുകൾ നടപ്പാക്കുന്നുണ്ട്. ഇത് 2 തരത്തിലുള്ള എൻട്രി ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെന്ന് മാത്രമല്ല, ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് വഴി പോകുന്ന ഒരു പദ്ധതിയുടെ യഥാർത്ഥ ഗുണഭോക്താക്കൾ ആരാണെന്ന് കണ്ടുപിടിക്കുന്നതിന് ആ പഞ്ചായത്തിന് യാതൊരു റോളും ഇല്ലാത്തൊരു സ്ഥിതിയുണ്ട്. ഇത് തന്നെ കൃഷി വകുപ്പിലുണ്ട്, ഇത് തന്നെ അനിമൽ ഹസ്ബൻഡറിയിലുണ്ട്. അപ്പൊ അതത് ഡിപ്പാർട്ട്മെന്റുകൾ പണം ചെലവഴിച്ച് പദ്ധതികൾ വഴി നടപ്പാക്കുന്ന സംഗതികൾ സത്യത്തിൽ കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്റ്മെന്റിന് ശേഷം പഞ്ചായത്തുകളിലൂടെയോ മുനിസിപ്പാലിറ്റികളിലൂടെയോ മാത്രം സാധ്യമാകേണ്ട ഒന്നാണ്. ഇതിന് വാസ്തവത്തിൽ കൂടുതൽ പണവും കൂടുതൽ അധികാരവും പഞ്ചായത്തുകൾക്ക് മാറ്റിവെക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് 243ZD എന്ന് പറയുന്ന വകുപ്പ്, ജില്ലാ പ്ലാനിംഗ് കമ്മിറ്റികളെ സംബന്ധിക്കുന്ന വകുപ്പ്. അതുപോലെ ഡ്രാഫ്റ്റ് ഡെവലപ്മെന്റ് പ്ലാനുകൾ ജില്ലകളിൽ തയ്യാറാക്കണമെന്ന് പറയുന്ന വകുപ്പ്. ഇന്ന് കേരളം ഇത് നടപ്പാക്കുന്നേയില്ല. അതുകൊണ്ട് ഒരു ജില്ലയിലെ റിസോഴ്സസ് എന്താണെന്ന് കണ്ടെത്തി ആ റിസോഴ്സസിന്റെ ലിസ്റ്റ് ഉണ്ടാക്കി ഗ്രാമങ്ങളുടെയും നഗരങ്ങളുടെയും വികസനത്തെ സംബന്ധിച്ചുള്ള അതിൻ്റെ ഏറ്റക്കുറച്ചിലുകൾ പരിഹരിച്ച് മുമ്പോട്ട് പോകാനുള്ള ഒരു ഇൻ്റഗ്രേഷൻ സാധ്യമാകുന്നത് DDPകൾ വഴിയാണ്, ജില്ലാ ലെവൽ പ്ലാനിംഗ് ഡെവലപ്മെന്റ് പ്ലാനുകൾ വഴിയാണ്. അത് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പങ്ക് വാസ്തവത്തിൽ വർദ്ധിപ്പിക്കേണ്ടതുണ്ട്. ഇത് ജനങ്ങളുടെ കയ്യിൽ നിന്ന് ഡിമാൻഡ് വന്നിട്ട് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ഇത് ഭരണഘടനാ കോടതികൾ വഴി ഒരുപക്ഷെ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടതായിട്ട് വരും. പക്ഷെ സർക്കാർ നേരിട്ട് ചെയ്യുന്നതാണ് എപ്പോഴും നല്ലത്. കാരണം തെരുവുനായയുടെ പ്രശ്നം നമ്മൾ പരിഹരിക്കുന്നതിന് പകരം സുപ്രീം കോടതിക്ക് വിട്ടുകൊടുത്തതാണ് ഈ പ്രശ്നം. കോടതികൾ വഴി ഒരു കാര്യം നടപ്പാകുമ്പോൾ അത് വ്യക്തി കേന്ദ്രീകൃതമായ അഭിപ്രായങ്ങൾ മാത്രമായി ചുരുങ്ങുകയും അതിന് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അത് സർക്കാർ തന്നെ മുൻകൈയെടുത്ത് ഈ ജില്ലാ ഡെവലപ്മെന്റ് പ്ലാനുകളെ ഒരു കേവലമായിട്ടുള്ള പ്രോജക്റ്റ് അസസ്മെന്റ് പദ്ധതികളാക്കാതെ കുറച്ചുകൂടി ജനകീയമായിട്ട് കൊണ്ടുവരേണ്ടത് തീർച്ചയായിട്ടും അത്യാവശ്യമാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് ഏറ്റവും ലളിതമായിട്ടുള്ള ഒരു ഉദാഹരണം പറയാം. എല്ലാ പഞ്ചായത്തുകളിലും അവരുടെ അസറ്റ് രജിസ്റ്ററുകളുണ്ട്. ഈ അസറ്റ് രജിസ്റ്ററൊക്കെ തയ്യാറാക്കിയത് ഏത് കാലഘട്ടത്തിലായിരിക്കും? പഴയ കാലത്തായിരിക്കും. ഈ അസറ്റ് രജിസ്റ്ററിന്റെ ഒന്നും കോപ്പി, ഡിജിറ്റൽ കോപ്പി നമുക്ക് ലഭ്യമല്ല. ഓരോ പഞ്ചായത്തിലും ഓരോ മുനിസിപ്പാലിറ്റിയിലുമുള്ള അസറ്റ് രജിസ്റ്റർ അവരുടെ വെബ്സൈറ്റിൽ കൊണ്ടുവരാൻ എത്ര സമയം നമുക്ക് വേണം? ആ അസറ്റ് രജിസ്റ്ററുകൾ പുതുക്കാൻ എത്ര സമയം വേണം? ബഹുമാനപ്പെട്ട ഐസക് സാർ ഇവിടെ വന്നിട്ടുണ്ട്. ജനകീയാസൂത്രണത്തിന്റെ ഭാഗമായിട്ട് ഓരോ പഞ്ചായത്തിലും ജനകീയമായിട്ട് നമ്മൾ തോടുകളും കുളങ്ങളും അതുപോലെയുള്ള ജലാശയങ്ങളും ഒക്കെ ലിസ്റ്റ് ചെയ്ത് അസറ്റ് രജിസ്റ്ററുകൾ വികസിപ്പിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് വാസ്തവത്തിൽ DDPകളുടെ ഭാഗമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാൻ നമുക്കൊരു ഡിജിറ്റലി ഇത് അവൈലബിൾ ആണെങ്കിൽ സിറ്റിസൺസിന്റെ നേതൃത്വത്തിൽ ഇത് DDPകളുമായിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും.
അത് ജില്ലാ ലെവൽ പ്ലാനിങ്ങുകളിൽ കൊണ്ടുവരേണ്ടതും ആ റിസോഴ്സസിനെ എങ്ങനെയാണ് വരാനിരിക്കുന്ന പദ്ധതികൾ ബാധിക്കുന്നത്, നെഗറ്റീവായിട്ട് ബാധിക്കും. ഇപ്പോൾ ചില പദ്ധതികൾ വരുമ്പോൾ എൻവയോൺമെന്റൽ ആയിട്ടുള്ള ചില ഡിസാസ്റ്റേഴ്സ് ഉണ്ടാവും. അതുപോലെ തന്നെ ചില പദ്ധതികൾ വരുമ്പോൾ നിലവിലുള്ള ഈ ഇൻഫ്രാസ്ട്രക്ചർ നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് പറ്റും. ഇതിന് രണ്ടിനും ഉപയോഗിക്കത്തക്ക തരത്തിൽ അസറ്റ് രജിസ്റ്ററുകളെ മോഡേണൈസ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ദുരന്ത നിവാരണ പ്ലാനുകൾ ലഭ്യമാണ്. മണ്ണിടിച്ചിൽ മേഖലാ പ്രദേശങ്ങൾ, വെള്ളക്കെട്ടുണ്ടാവുന്ന പ്രദേശങ്ങൾ, മിന്നൽ ഉണ്ടാവുന്ന പ്രദേശങ്ങൾ, ഇങ്ങനെ തീരദേശം ഒലിച്ചു പോകുന്ന പ്രദേശങ്ങൾ, ഇങ്ങനെ നമുക്ക് ഡിസാസ്റ്റർ പ്ലാനുകൾ ലഭ്യമാണ്. ഈ ഡിസാസ്റ്റർ പ്ലാനിനെ മൈക്രോ ലെവലിൽ കൊണ്ടുവന്ന് ഇന്റഗ്രേറ്റ് ചെയ്യേണ്ട ഒരു വലിയ ഉത്തരവാദിത്വം സർക്കാരുകൾക്കുണ്ട്. അത് പഞ്ചായത്ത് നേതൃത്വത്തിൽ ചെയ്യുകയാണെങ്കിൽ കെ സ്മാർട്ടിന്റെ പരസ്യത്തിൽ പറഞ്ഞ പോലെ ഒരു സ്ഥലത്ത് എത്തിയിട്ട് നോക്കുമ്പോൾ ഈ സ്ഥലം വിൽക്കാൻ എളുപ്പമാണെന്ന് പറയുമ്പോൾ ഇത് CRZ പെട്ട സ്ഥലമാണ്, എന്നെ പറ്റിക്കാൻ നോക്കണ്ട എന്ന് പറയുന്ന ഒരു പരസ്യം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എന്ന് പറയുന്നത് പോലെ ദുരന്ത നിവാരണ പ്ലാനിൽ ഇത് മണ്ണിടിച്ചിൽ മേഖലയാണ്, ഇവിടെ ഒരു ബിൽഡിംഗ് നിർമ്മിക്കാൻ എന്നെ വിളിച്ചു വരുത്തണ്ട എന്നൊരു ഇൻവെസ്റ്റർ പറയുന്ന തരത്തിലേക്ക് മൈക്രോ ലെവൽ പ്ലാനിംഗ് നടപ്പാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും പറ്റും. എന്റെ സമയം കഴിഞ്ഞെന്ന് തോന്നുന്നു. ഞാൻ വളരെ ചുരുക്കി 2-3 പോയിന്റുകൾ പറയാൻ ശ്രമിക്കാം. ഫാമിലി വെൽഫെയർ, വിമൻ ആൻഡ് ചിൽഡ്രൻ വെൽഫെയർ, സോഷ്യൽ വെൽഫെയർ, ഇതെല്ലാം പഞ്ചായത്തിന്റെ ലിസ്റ്റിൽ പെട്ടതാണ്. അവിടെ ഡിജിറ്റൽ ടെക്നോളജി ഉപയോഗിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. വാട്സപ്പ് ഗ്രൂപ്പുകൾ ഉണ്ടാക്കി ഓരോ പ്രദേശത്തെയും സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉന്നമനത്തിന്, പ്രായമായ ആളുകളുടെ ഉന്നമനത്തിന്, അവരുടെ ദൈനംദിന ആരോഗ്യ മോണിറ്ററിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പഞ്ചായത്തുകൾക്ക് ചെയ്യാൻ പറ്റും. അതിനൊരു വലിയ സാധ്യത തുറന്നിട്ടുണ്ട്. ടൂറിസത്തിന്റെ കാര്യം ഇവിടെ സന്തോഷേട്ടൻ സൂചിപ്പിച്ചു. നമുക്ക് പ്രാദേശികമായിട്ട് ഒരുപാട് ടൂറിസം സ്കോപ്പുകൾ ഉള്ളത്. പഞ്ചായത്തുകൾക്ക് അവരുടെ പ്രദേശത്ത് ഏതൊക്കെയാണ് ഇത്തരം സ്ഥലങ്ങൾ, ഇത്തരം ആക്ടിവിറ്റീസ് എന്ന് കണ്ടെത്തി അത് ഇന്റഗ്രേറ്റ് ചെയ്യാൻ വാസ്തവത്തിൽ ജില്ലാ ലെവൽ ടൂറിസം പ്രൊമോഷൻ കൗൺസിലുകളെ കൊണ്ട് ഒരു വലിയ പരിധി അവർക്ക് ബുദ്ധിമുട്ടുണ്ട്. ഇത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കൊണ്ട് സാധ്യമാണ്. അതിന്റെ ബുക്കിംഗ് വനം വകുപ്പ് ഇക്കോ ടൂറിസം ചെയ്യുന്നത് പോലെ, അല്ലെങ്കിൽ ഇക്കോ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്നത് പോലെ പഞ്ചായത്തുകൾക്ക് അവരുടെ വെബ്സൈറ്റിൽ തന്നെ അതിന്റെ ബുക്കിംഗ് കൊടുക്കാവുന്നതാണ്. സോയിൽ കൺസർവേഷൻ പോലെയുള്ള, ജലസംരക്ഷണം പോലെയുള്ള വകുപ്പുകൾ പഞ്ചായത്ത് ചെയ്യണമെന്ന് പറയുമ്പോഴും ഇപ്പോൾ ഒരു മൈനിങ്ങിന് ലൈസൻസ് കൊടുക്കുന്നത് ജിയോളജിസ്റ്റാണ്. ജിയോളജിസ്റ്റ് ലൈസൻസ് കൊടുക്കുമ്പോൾ ഒരു കുന്നിടിക്കാനുള്ള ലൈസൻസ് കൊടുത്തു കഴിഞ്ഞാൽ പഞ്ചായത്തിനോ പഞ്ചായത്ത് ഭരണസമിതിക്കോ സെക്രട്ടറിക്കോ അതിനകത്തൊന്നും ചെയ്യാനില്ല. ആ പഞ്ചായത്തിൽ, ആ മുനിസിപ്പാലിറ്റിയിൽ ദീർഘകാലത്തെ ജനകീയമായ ഇടപെടലിന് ശേഷം ഉണ്ടാക്കിയ ഒരു പ്ലാനിങ്, വാട്ടർഷെഡ് പ്ലാനിങ്, ഒറ്റ കേരള മൈനർ മിനറൽ കൺസെഷനിലുള്ള ഒറ്റ ലൈസൻസ് കൊടുക്കുമ്പോൾ ഇല്ലാതാവുകയാണ്. ഇപ്പോഴും ഇത് സെൻട്രലൈസ്ഡ് ആയിട്ടാണ് നടപ്പാക്കുന്നത്. ഓരോ ജില്ലയിലും മിനറൽ റിസോഴ്സസിനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി കൊണ്ടുവരേണ്ട ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ് ജില്ലാ ലെവൽ മിനറൽ സർവേ റിപ്പോർട്ട് എന്ന് പറയുന്നത്, DSR എന്ന് പറയുന്നത്. DSRന്റെ പ്രിപ്പറേഷൻ 12 ജില്ലകളിൽ പൂർത്തിയായി എന്നാണ് സർക്കാർ ഇന്നലെ കഴിഞ്ഞ ആഴ്ച ഹൈക്കോടതിയിൽ പറഞ്ഞത്. എത്ര പഞ്ചായത്ത് പ്രസിഡന്റുമാർ ശ്രദ്ധിച്ചു, എത്ര മുനിസിപ്പൽ സെക്രട്ടറിമാർ ശ്രദ്ധിച്ചു? അവരുടെ വില്ലേജിലും അവരുടെ മുനിസിപ്പാലിറ്റിയിലും തയ്യാറാക്കിയ വാട്ടർഷെഡ് മാനേജ്മെന്റ് പ്ലാനുകൾക്ക് ഘടകവിരുദ്ധമായിട്ടാണ് ഈ മിനറൽ സർവേ റിപ്പോർട്ട് ഉണ്ടാക്കിയതെങ്കിൽ നമ്മൾ എന്തിനാണ് ഇത്രയും കഷ്ടപ്പെട്ട് പീപ്പിൾസ് പ്ലാനിംഗ് എന്ന് പറയുന്ന ഒരു വശത്തോട് ഇത് ഉണ്ടാക്കി വെച്ചത് എന്ന് പരിശോധിക്കുക. അതുകൊണ്ട് ഇപ്പൊ പ്ലാനിംഗ് സ്റ്റേജ് ആണ്. എല്ലാ പഞ്ചായത്തുകളോടും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, നിങ്ങളുടെ പ്രദേശത്തെ മിനറൽ സർവേ റിപ്പോർട്ട് ഉണ്ടാക്കുമ്പോൾ നിങ്ങളുടെ വാട്ടർ ഷെഡുകളും നിങ്ങളുടെ അരുവികളും നിങ്ങളുടെ തോടുകളും ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടില്ല, ഇത് സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് ഉറപ്പാക്കേണ്ട ലെവലിൽ ഒരു കോർഡിനേഷൻ തീർച്ചയായിട്ടും ഈ ഘട്ടത്തിൽ ചെയ്യേണ്ടതാണ്. ഇല്ലെങ്കിൽ 5 വർഷം കഴിഞ്ഞേ നിങ്ങൾക്ക് ഇതിന്റെ റിവ്യൂവിന് അവസരം കിട്ടുകയുള്ളൂ. അതിനു മുമ്പ് മിക്കവാറും കുന്നുകളെല്ലാം ഏതെങ്കിലും ലോറി കയറിപ്പോവും. എനിക്ക് തോന്നുന്നു ഇനി കൂടുതൽ സമയം എടുക്കുന്നില്ല. ഈ ഒറ്റ കാര്യം ഇവിടെ പറഞ്ഞത് നേരത്തെ ഉദ്ഘാടന സെഷനിലും സൂചിപ്പിച്ചു, ഇവിടെ പലരും സൂചിപ്പിച്ചു. ഈ സ്കിൽ ഡെവലപ്മെന്റിനെ പറ്റി പറഞ്ഞു. നമ്മൾ സ്കിൽ ഡെവലപ്മെന്റ് സത്യത്തിൽ എല്ലാ മേഖലയിലും ആവശ്യമാണ്. ഞാനൊക്കെ ഫാമിലി ആയിട്ട് പുറത്തു പോയി ഭക്ഷണം കഴിക്കുന്ന ഒരാളാണ്, ആഴ്ചയിൽ ഒരു ദിവസം. എല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാ റെസ്റ്റോറൻറ്റിലും പോകുമ്പോൾ ആളുകൾ റെസ്റ്റോറൻറ്റിൽ പോയി ഭക്ഷണം കഴിച്ചിട്ട് ആ റെസ്റ്റോറൻറ്റിലുള്ള ജോലി ചെയ്യുന്ന ആളോട് പറയും ഒരു ഫോട്ടോ എടുത്തു തരാമോ എന്ന് ചോദിക്കും. മിക്കവാറും ഈ ഫോട്ടോ എടുക്കാൻ അദ്ദേഹത്തിന് കൊടുക്കും. നമ്മുടെ ഒരു മെമ്മറബിൾ മൊമെന്റ് ആയിരിക്കും. പല ഹോട്ടൽ ജീവനക്കാർക്കും ഫോട്ടോ എടുക്കാൻ അറിയില്ല. അവർ ഫോട്ടോ എടുത്താൽ മിക്കവാറും അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലായിരിക്കില്ല. ഒരു ദിവസത്തെ ട്രെയിനിങ് ഉണ്ടെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും ഫോണിൽ വളരെ നന്നായിട്ട് ഈ വന്ന ആളുകളുടെ ഫോട്ടോ അവരുടെ ബാക്ക്ഗ്രൗണ്ടിൽ എടുത്തു കൊടുക്കാൻ പറ്റും. ഒറ്റ ട്രെയിനിങ് മതി. ഇന്റഗ്രേറ്റ് ചെയ്ത് കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളുടെ കീഴിലുള്ള റെസ്റ്റോറന്റുകളിലെ ജീവനക്കാർക്ക് ഫോട്ടോ എടുക്കാനുള്ള 1-2 ദിവസത്തെ ട്രെയിനിങ്, അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ അത് പരിചയപ്പെടുന്ന ഉൾപ്പെടെ കൊടുത്താൽ നമ്മുടെ എല്ലാം നാട്ടിൽ വന്നു പോകുന്ന ആളുകൾക്ക് വളരെ മെഴിവാർന്നുള്ള നല്ല ഫോട്ടോഗ്രാഫുകൾ കിട്ടും. ഇതെങ്ങനെയാണ് ഈ വാട്സപ്പിലൂടെ അല്ലാതെ അയച്ചു കൊടുക്കാൻ പറ്റുക എന്നുള്ളതും കൂടി പഠിപ്പിച്ചാൽ നല്ലതാണ്. ഇതിനൊക്കെ ഒരു 2-3 മണിക്കൂർ ചെലവാക്കിയാൽ മതി. അതിന്റെ റിസൾട്ട് വളരെ ഗംഭീരമായിരിക്കും. ഇന്ന ഹോട്ടലിൽ പോയപ്പോൾ എനിക്ക് നല്ലൊരു പടം എടുത്ത് കിട്ടി എന്ന് പറഞ്ഞ് തിരിച്ച് ആ ഹോട്ടലിൽ പോകുന്ന ആളുകളെ എനിക്കറിയാം.
അതുകൊണ്ട് ഇതൊരു എക്സാമ്പിൾ മാത്രമാണ്. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സ്കിൽ ഡെവലപ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള ആളുകളുടെ കഴിവ് വളരെ വർദ്ധിപ്പിക്കാൻ പറ്റും. ഇതിന് ചുക്കാൻ പിടിക്കാൻ പറ്റുന്നത് മറ്റു വകുപ്പുകൾക്കല്ല LSGക്കാണ്. അതുകൊണ്ട് LSG അതിന് മുൻകൈ എടുക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു.